ആ കാശ് സ്വീകരിച്ചു. ഈ യുവാവിനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുന്നു, തടങ്കലിൽ നിന്ന് മോചിപ്പിക്കുന്നു. വീട്ടിലേക്ക് എത്തിയപ്പോൾ ആളുകൾ പറഞ്ഞു, എടോ നിന്റെ ഉസ്താദ് വന്നിരുന്നു, അബ്ദുല്ലാഹി ബിൻ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി, നിന്നെ ചോദിച്ചിരുന്നു. എന്തായി? അദ്ദേഹം കുറച്ചൊക്കെ ഇവിടെ നിന്ന് പിന്നെ അങ്ങ് പോയിട്ടുണ്ട്. ഈ ചെറുപ്പക്കാരൻ പിന്നാലെ ഓടിച്ചെന്നു, ഒരുപാട് വഴി ദൂരം എത്തിയിട്ടുണ്ട്. അബ്ദുല്ലാഹി ബിൻ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി ചോദിച്ചു, ശൈഖ് അവറുകളെ, ദാ ഞാൻ എത്തി. എവിടെയായിരുന്നു മോനെ നീ? എന്നെ ഒരാളെ പിടിച്ചുകൊണ്ടുപോയി, ഞാൻ ജയിലിലായിരുന്നു. എന്തു പറ്റി? കടമുണ്ടായിട്ട് വീട്ടാൻ പറ്റിയില്ല, എന്ത് ചെയ്യാനാ? അങ്ങനെ എന്നെ പിടിച്ച് ജയിലിൽ അടച്ചു. പിന്നെന്തായി? ആരോ എൻ്റെ ഒരു കടം വീട്ടി, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു വന്നിരിക്കുകയാണ്. അൽഹംദുലില്ലാ, അല്ലാഹു നിന്റെ കടം വീട്ടി തന്നല്ലോ മോനെ, അൽഹംദുലില്ലാ. അത്രയും പറഞ്ഞ് അവനോട് കുശലം പറഞ്ഞിരുന്ന് കുറച്ച് സമയം ചെലവഴിച്ച് മഹാൻ യാത്രയാവുകയാണ്. ആ മോനോട് പറഞ്ഞില്ല, നിന്റെ കടം വീട്ടിയത് ഞാനാണ് എന്ന്. സുബ്ഹാനല്ലാഹ്. ഇതാണ് അള്ളാഹുവിന് വേണ്ടി പണിയെടുക്കുക എന്ന് പറഞ്ഞതിന്റെ ഒരു ഉദാഹരണം. ആര് ചെയ്തു എന്ന് അള്ളാഹു അറിഞ്ഞാൽ മതി, പടച്ചവൻ അറിയാമല്ലോ. നഹാവന്ത് യുദ്ധം കഴിഞ്ഞിരിക്കുന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സൈന്യാധിപനായ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, സഅദേ, ആരൊക്കെയാണ് ഷഹീദായത്? ഫഅദ്ദ ഉനാസൻ, ഒരുപാട് ആളുകളുടെ പേര് പറഞ്ഞു കൊടുത്തു. നഹാവന്ത് യുദ്ധം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വലിയൊരു കറാമത്ത് സംഭവിച്ച യുദ്ധമാണ്, നമുക്കറിയാം. യാ സാരിയ അൽ ജബൽ അൽ ജബൽ, സാരിയ ആ പർവ്വതം ആ പർവ്വതം എന്ന് മദീനയിൽ നിന്ന് ഡയറക്ഷൻ കൊടുത്തു മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഇത് മുത്തവാത്തിറായ സംഭവമാണ്. മുത്തവാത്തിർ എന്ന് പറഞ്ഞാൽ അൺഡിനയബിൾ, ഒരിക്കലും ഒരാൾക്കും നിഷേധിക്കാൻ കഴിയാത്ത വിധം അത്രയും തലമുറകളിലേക്ക് ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് ട്രാൻസ്മിറ്റ് ചെയ്ത സംഭവമാണിത്. മുത്തവാത്തിറ. മദീന പള്ളിയിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ മഹാനായ ഫാറൂഖ് തങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്, യാ സാരിയ യാ സാരിയ അൽ ജബൽ അൽ ജബൽ അൽ ജബൽ. സാരിയത്ത് റളിയല്ലാഹു അൻഹുവിനോടാണ് നിർദ്ദേശം. സാരിയ തങ്ങളാണെങ്കിലോ 2000 കിലോമീറ്റർ അപ്പുറത്ത് മദീനയിൽ നിന്ന് പേർഷ്യയുടെ ഭാഗമായ നഹാവന്തിൽ ഒരു സൈന്യത്തിന്റെ നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മഹാനായ സാരിയ റളിയല്ലാഹു അൻഹു. സാരിയ ആ പർവ്വതം ആ പർവ്വതം ആ പർവ്വതം. സാരിയ റളിയല്ലാഹു അൻഹു ആ സംഭവം അറിഞ്ഞു, കേട്ടു. ആ സംഭവം കേൾക്കുകയും സൈന്യത്തെ പർവ്വതത്തിന്റെ പിന്നിലേക്ക് പറഞ്ഞയച്ചപ്പോഴാണ് അവിടെ നിന്ന് സൈന്യം വരുന്നത് കാണാൻ കഴിഞ്ഞത്. അവര് പർവ്വതത്തിന്റെ ഇപ്പുറത്താണ്, ശത്രു സൈന്യം ആ ഭാഗത്ത് നിന്ന് അപ്പുറത്ത് വരുന്നുണ്ട്. അതാര് കണ്ടില്ല? സാരിയ റളിയല്ലാഹു കണ്ടില്ല. പക്ഷേ അല്ലാഹു ഗൈബിന്റെ കണ്ണിലൂടെ കാണിച്ചു കൊടുത്തു മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന് ഉമർ തങ്ങൾക്ക്. മദീനയിലെ മിമ്പറിൽ വെച്ച് കണ്ടു. ഖുതുബന്റെ ഇടയിലായി പറഞ്ഞു കൊടുത്തത്, സാരിയ ആ പർവ്വതം ആ പർവ്വതം. നഹാവന്ത് യുദ്ധം വിജയിക്കാൻ കാരണമായതുപോലും ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ നിർദ്ദേശമാണ്. സാരിയ റളിയല്ലാഹു അൻഹു തിരിച്ചു വന്നപ്പോൾ ഉമർ എന്നവർ ചോദിച്ചു, സാരിയ എങ്ങനെയുണ്ടായിരുന്നു നഹാവന്തിലെ അനുഭവങ്ങൾ? അമീറുൽ മുഅ്മിനീൻ, നിങ്ങളുടെ ആ ശബ്ദം ഉച്ചനേരത്ത് ഞങ്ങൾ കേട്ടില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അങ്ങയുടെ മുമ്പിലേക്ക് തിരിച്ചെത്താൻ ഈ സാരിയയോ എന്റെ കൂടെയുള്ള സ്വഹാബിമാരോ ഉണ്ടാകുമായിരുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു അത് കണ്ടതും സാരിയ റളിയല്ലാഹു അൻഹു അത് കേട്ടതും മിൻ ജുംലത്തിൽ കറാമാത്ത്, രണ്ട് മഹാന്മാരായ സ്വഹാബിമാർക്കുണ്ടായ കറാമത്തുകളാണ്. ആ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നിരിക്കുകയാണ് മദീനയിൽ. ആ സംഘത്തിലുണ്ട് മുസ്തജാബു ദഅവയായ സ്വഹാബി സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു. ഉമർ തങ്ങൾ ചോദിച്ചു, സഅദേ, ആരൊക്കെയാണ് നമ്മളോട് വിട പറഞ്ഞത്? ആരൊക്കെയാണ് ഷഹാദത്തിന്റെ ചിറകേറി അല്ലാഹുവിലേക്ക് യാത്രയായത്? ഫഅദ്ദ ഉനാസൻ, ഒരുപാട് ആളുകളുടെ പേര് പറഞ്ഞു കൊടുത്തു. ഉമറേ, ഇവരൊക്കെ ഷഹീദായി, ഇവർ ഷഹീദാണ്, ഇവർ ഷഹീദാണ്, ഇവർ ഷഹീദ്. സുമ്മ മൻ, ഇനി ആരെങ്കിലും ഉണ്ടോ? ഫഅദ്ദ ഉനാസൻ, വീണ്ടും കുറെ ആൾക്കാരുടെ പേര് പറഞ്ഞു. ഇനി ആരെങ്കിലും ഉണ്ടോ? ഓർമ്മയുണ്ടോ ഇനി ആരെങ്കിലും വേറെ നിങ്ങളിൽ ഷഹീദായവർ? ഇവിടുന്ന് പോയി പിന്നെ നിങ്ങൾ അവരെ മറവ് ചെയ്തിട്ടാ പോരുന്നത്, അങ്ങനെ നിങ്ങൾക്ക് ഓർമ്മയുള്ളവർ ആരെങ്കിലും ഉണ്ടോ? അപ്പോഴും അവർ കുറെ പേര് പറഞ്ഞു കൊടുത്തു. പിന്നെ ചോദിച്ചു, ഇനി ആരെങ്കിലും ഉണ്ടോ? പറഞ്ഞു, വീണ്ടും ഉണ്ട് അമീറുൽ മുഅ്മിനീൻ, ലാ നഅരിഫുഹും, അവരുടെ പേരെന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. ഇത് പറഞ്ഞപ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കരഞ്ഞു. അല്ലാഹു അറഫഹും, സഅദേ, അവരുടെ പേര് നിങ്ങൾക്കറിഞ്ഞില്ലെങ്കിൽ എന്താണ്? അല്ലാഹുവിനറിയും ആരൊക്കെയാണതെന്ന്. അല്ലാഹു അറഫഹും, അവരാരാണെന്ന് അല്ലാഹുവിനറിയാമല്ലോ സഅദേ. പേര് നിങ്ങൾക്കറിയില്ലായിരിക്കാം, പക്ഷെ അല്ലാഹുവിനറിയാം. അത് മതി.
വഇൽമുല്ലാഹി യുഗ്നി അൻ കുല്ലി ഷൈ. അല്ലാഹുവിനെ അറിയുമല്ലോ, അത് മതി സഅദേ, മതി എന്ന് പറഞ്ഞ് ഫാറൂഖ് റളിയല്ലാഹു അൻഹു അറിയപ്പെടാത്ത പാവങ്ങൾ ദീനിന് വേണ്ടി ചെയ്ത സേവനത്തെ അനുസ്മരിച്ചുകൊണ്ട് അവരുടെ പേര് പോലും അറിയില്ലല്ലേ, പക്ഷെ അവരെ അല്ലാഹുവിനെ അറിയാം എന്ന് പറഞ്ഞ് കരഞ്ഞിട്ടുണ്ട്. ബക്കാ ഉമറു ബുകാഅൻ ശദീദ, പൊട്ടിക്കരഞ്ഞു പോയിട്ടുണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്തേ? പേരറിഞ്ഞില്ലെങ്കിൽ എന്താ? നമ്മളൊരു പള്ളിക്ക് ഒരു മൂത്രപ്പുര ഉണ്ടാക്കി കൊടുത്താൽ അവിടെ ഒരു മാർബിൾ ഫലകത്തിലെങ്കിലും നമ്മുടെ പേര് എഴുതി വെക്കണം, അല്ലേ? ഒരു കിണർ കുഴിച്ചു കൊടുത്താൽ അവിടെ എഴുതി വെക്കണം പേര്, ഇത് ആര് സ്പോൺസർ ചെയ്തതാ. ആ പേര് വെച്ചില്ലേ ഞാൻ കാശനെ തിരിച്ചു കൊടുത്തില്ല എന്ന് വരും, പള്ളി കമ്മിറ്റി കടത്തിലായി പോകും. സുബ്ഹാനല്ലാഹ്. വാഗ്ദത്തം ചെയ്തവർ തിരിച്ചു കൊടുക്കുന്നില്ല. എന്തേ? എന്റെ പേരവിടെ വായിച്ചിട്ടില്ലല്ലോ. അല്ലാഹുവേ, ഈ പേരിവിടെ വായിച്ചിട്ട് എന്താ നമുക്ക് ലഭിക്കാനുള്ളത്? അള്ളാഹുവിന്റെ അടുത്തുള്ള പ്രതിഫലം മാത്രം കാംക്ഷിച്ച് ചെയ്യാൻ നമുക്ക് പറ്റുമോ കർമ്മങ്ങൾ? എന്നാൽ പിന്നെ കുറഞ്ഞ കർമ്മങ്ങൾ കൂടെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ. ഒരുപാട് വേണമെന്നില്ല, ഒരുപക്ഷെ ഒരു ഉറുമ്പിനോളം വരുന്ന ചെറിയ അമൽ കൊണ്ടായിരിക്കാം അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുന്നത്. ഒരു ഉറുമ്പിനോളം വരുന്ന ചെറിയ അമൽ. ഇഖ്ലാസ് ഉണ്ടെങ്കിൽ അത് മതി, ഇഖ്ലാസ് ഉണ്ടെങ്കിൽ അത് മതി. സുബൈദ ബീവി റളിയല്ലാഹു അൻഹാ ഹാറൂൻ റഷീദ് എന്ന് പറയുന്ന ഇസ്ലാമിക ലോകത്ത് അറിയപ്പെട്ട പ്രഗത്ഭനായ ഭരണാധികാരിയുടെ ഭാര്യയാണ് സുബൈദ ബീവി. അവർ ഇറാഖിലാണ്, ബഗ്ദാദിലാണ്, വലിയ കൊട്ടാരത്തിൽ ജീവിച്ച മഹദിയാണ്. ചൈന വരെ ഇസ്ലാമിക സാമ്രാജ്യം വ്യാപിച്ചിരുന്നിരുന്നൊരു കാലത്തെ ഇസ്ലാമിക ഖലീഫയാണ് അമീറുൽ മുഅ്മിനീൻ ഹാറൂൻ റഷീദ്. അവരുടെ പേര് കേൾക്കുമ്പോൾ റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് മഹാന്മാർ പറയാറുണ്ട്. അങ്ങനെ എല്ലാവർക്കും എന്ന് പറയില്ല അമവി അബ്ബാസി ഭരണാധികാരികളിൽ. പക്ഷേ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, അതുപോലെ ഹാറൂൻ റഷീദ് റഹ്മത്തുള്ളാഹി അലൈഹി, അവർക്കൊക്കെ റഹ്മത്ത് ചെല്ലാൻ പറ്റും, മഹാനാണ്. ഭാര്യ 508 കിലോ സ്വർണമാണ്, 508 കിലോ സ്വർണം ചെലവഴിച്ചത്. ഇവിടെ ഹജ്ജിന് വന്നപ്പോ മഹദി വലിയൊരു ആൾക്കൂട്ടത്തോടുകൂടെ ഹജ്ജിന് വന്നിരിക്കുകയാണ്. അപ്പോ അറഫയിലും മിനായിലും മുസ്ദലിഫയിലും നൂറുകണക്കിന് ഹാജിമാർക്ക് വെള്ളമില്ല കുടിക്കാൻ. ആ മഹദി പറഞ്ഞു, ഇവിടെ ഒരു കിണറുണ്ടെങ്കിൽ അതിൽ നിന്നൊരു അരുവിയായി ഒരു സ്ട്രീം, ഒരു കനാൽ അറഫയിലേക്ക്, മുസ്ദലിഫയിലേക്ക്, ഹറമിലേക്ക് ഞാൻ എന്റെ ചെലവിൽ ഉണ്ടാക്കി കൊടുക്കാം. അങ്ങനെ കിണർ കിട്ടി ത്വായിഫിന്റെ മലഞ്ചെരുവിന്റെ താഴ്വാരത്ത്. ആ കിണർ കുഴിച്ചു, അതിൽ നിന്ന് വെള്ളമെടുത്തു. ആ വെള്ളം ത്വായിഫിൽ നിന്ന് 10-40-50 കിലോമീറ്റർ യാത്ര ചെയ്ത് അറഫയിലും മുസ്ദലിഫയിലും മിനായിലും എത്തി ഹറമിലേക്ക്, മക്കയിലേക്ക് പോകുന്ന ഒരു കനാൽ. ആ കനാലിന്റെ അവശിഷ്ടം ഇന്നുമുണ്ട്. അറഫയിൽ ചെന്ന് നമ്മൾ കാണുമ്പോ ഐൻ സുബൈദ എന്നാണ് ഇതിന്റെ പേര്. ഇന്നുമുണ്ട് ആ മലയിൽ ചെറിയൊരു മതിൽ കെട്ടുണ്ട് ആ ഒരു കനാലിന്റെ. ഇന്നും അതിന്റെ ശേഷിപ്പുകൾ ബാക്കിയുണ്ട്. 508 കിലോ സ്വർണമാണ് മഹദി അതിന് മാത്രം ചെലവഴിച്ചത്. 508 പവനല്ല, 508 കിലോ സ്വർണം. അന്ന് ചെലവഴിച്ച സ്വർണത്തിന്റെ ഭാരം മഹാന്മാർ കണക്ക് കൂട്ടി. നമ്മൾ മദ്രസയ്ക്ക് വേണ്ടിയോ പള്ളിക്ക് വേണ്ടിയോ ഒരു ദീനി സംരംഭത്തിന് വേണ്ടിയോ കൊടുക്കുമ്പോഴേക്കും നമ്മുടെ കൈയൊക്കെ പറക്കും, ആകെ വറച്ച്. സുബ്ഹാനല്ലാഹ്. അത്രയും ഈമാനുള്ളവർക്ക് നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിന് വേണ്ടി കൊടുക്കാൻ കഴിയുന്ന മഹദി കൊടുത്തു. വലിയ വലിയ സംഭവമായിരുന്നു ലോകത്തത്. മഹദി വഫാത്തായി. മകൻ അമീൻ ഉമ്മയെ സ്വപ്നത്തിൽ കണ്ടു. ആത്മീയ ലോകവുമായി ആത്മാക്കൾക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ അത് മറ്റൊരു വിഷയമാണ്. അമീൻ ഉമ്മയോട് ചോദിച്ചു, ഉമ്മ എങ്ങനെയുണ്ടുമ്മ? ഖബറിലെ ജീവിതം എങ്ങനെയുണ്ട്? അതൊരു ബർസഖിയായ ലോകമാണ്, കണ്ടുകൊണ്ട് കാണാൻ കഴിയാത്തൊരു ലോകമാണ് ഖബറിന്റേത്. അവിടെ നടക്കുന്നതൊന്നുമേ ഭൗതികമായ നമ്മുടെ ഫിസിക്കൽ ഡൈമെൻഷൻസ് വെച്ചുകൊണ്ട് ഒരിക്കലും അളന്ന് മനസ്സിലാക്കുക സാധ്യമല്ല. ഉമ്മയോട് ചോദിച്ചുമ്മ എങ്ങനെയുണ്ട്? മോനെ, ഞാനങ്ങ് കുടുങ്ങുമായിരുന്നു മോനെ, അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തി. അതെന്തേ ഉമ്മ? ഐൻ സുബൈദ എന്ന നിങ്ങളുടെ കനാൽ, ആയിരക്കണക്കിന് ഹാജിമാർ വെള്ളം കുടിക്കുന്ന കനാൽ, 500 കിലോയേറെ ഭാരമുള്ള സ്വർണം നിങ്ങൾ ചെലവഴിച്ചു. വലിയ പള്ളി ഉണ്ടാക്കിയാൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുകയില്ല, ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്, എന്റെ സ്ഥാപനമാണ്, ഞാനാണ് ഇതിന് ഫണ്ടിങ് ചെയ്തത് എന്ന് പറയാൻ മനുഷ്യന്റെ മനസ്സ് കൊതിച്ചു പോകും. നമ്മൾ മനുഷ്യരാണ്. സുബൈദ ബീവിക്കും അങ്ങനെ ഒരു തോന്നൽ വന്നു. തന്റെ സമ്പത്ത് കൊണ്ട് ചെലവഴിച്ച ആ ഒരു വലിയ ഒരു വിപ്ലവകരമായ ഒരു സംഭവം. മഹദി സ്നേഹത്തോടെ പ്രശസ്തിയെ കുറിച്ച് ആഗ്രഹിച്ചു, പ്രശസ്തി ലഭിക്കുകയും ചെയ്തു. മോനെ, അതൊന്നുമല്ല ഉമ്മാക്ക് ഉപകാരപ്പെട്ടത്, അതൊക്കെ പോയി മോനെ, ആ കാശ് മുഴുവൻ ലാപ്സായി പോയി. സുബ്ഹാന ജല്ല ജലാലു.
അത് പോയി മോനെ. 508 കിലോ സ്വർണം പോയി. അള്ളാഹു സ്വീകരിച്ചിട്ടില്ല എന്ന് അറിഞ്ഞത്. സുബ്ഹാനല്ലാഹ്. ഖബറിലെത്തുമ്പോൾ ചെറിയ ചെറിയ സ്വർഗ്ഗലോകത്തെ ഹിസാബിന്റെ ചില മിനിയേച്ചറുകൾ അള്ളാഹു ഖബറിൽ നടത്തി കൊടുക്കുന്നുണ്ടെന്നാണ്. പിന്നെന്തേ ഉമ്മ? മോനെ, സുബഹി നിസ്കാരത്തിന് വാങ്ക് വിളിക്കുന്നതിന് മുമ്പ് കുന്തു അതഖദ്ദമു ഇല ശുറുഫാത്ത്. മോനെ, നീ ഉറങ്ങുന്ന നേരത്ത് നിന്നെ പോലും അറിയിക്കാതെ ഉമ്മ സുബഹി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ബഗ്ദാദിലെ നദീ തീരത്തിനോട് ചേർന്ന് കിടക്കുന്ന നിന്റെ ഉപ്പയുടെ കൊട്ടാരത്തിന്റെ വരാന്തയിലെ 1-ാം നിലയിലെ വരാന്തയിലൂടെ ഞാൻ നടക്കാറുണ്ടായിരുന്നു. ആ നേരത്ത് സുബഹിക്ക് ബാങ്ക് കൊടുത്തിട്ടില്ല. പക്ഷേ അള്ളാഹുവിന് വേണ്ടി ഒരൽപ്പം ദിക്ർ ചൊല്ലാൻ ഉമ്മ സമയം ചെലവഴിക്കുമായിരുന്നു. അവിടെ ഞാനിവിടെ പറയും, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവേ ആരാധനക്കർഹനായി നീയല്ലാതെ മറ്റാരുമില്ല റബ്ബേ. അലൈഹാ അഹ്യാ, അതിലാണ് ഞാൻ ജീവിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹനായവൻ അല്ലാഹുവേ നീയല്ലാതെ മറ്റാരുമില്ല. അലൈഹാ അമൂത്, ആ വിശ്വാസത്തിലാണ് ഞാൻ മരിക്കാൻ ആഗ്രഹിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹനായ എല്ലാറ്റിനും കഴിവുള്ളവനായ അല്ലാഹുവേ നീ മാത്രമാണ് എൻ്റെ രക്ഷിതാവ്. അലൈഹാ ഉബഅസു യൗമൽ ഖിയാമ, നാളെ പരലോകത്തേക്ക് വരുമ്പോൾ ആ വിശ്വാസത്തിലായി നീ എനിക്ക് പുനർജന്മം നൽകണമേ. ഈ കൊച്ചു കൊച്ചു വാക്കുകളെ ആരും ഉണർന്നിരിക്കാനിടയില്ലാത്ത നേരത്ത്, വെളിച്ചമില്ലാത്ത സ്ട്രീറ്റ് ലൈറ്റുകളില്ലാത്ത പഴയകാലത്ത് 1200 കൊല്ലങ്ങൾക്ക് മുമ്പത്തെ ബഗ്ദാദിൽ മോനെ എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ ഉമ്മ ചൊല്ലിയിരുന്ന ഈ വചനങ്ങളാണ് അള്ളാഹു എന്നിൽ നിന്ന് സ്വീകരിച്ചത്. എന്റെ 500 കിലോ സ്വർണം നഷ്ടമായി മോനെ. ഐന് സുബൈദ എന്ന് പറയുന്ന ഒരു മഹാ പ്രൊജക്ടിന് ഞാൻ ചെലവഴിച്ചത് അള്ളാഹു സ്വീകരിച്ചിട്ടില്ല. സ്വീകരിച്ചതോ ലാ ഇലാഹ ഇല്ലല്ലാഹ് അലൈഹാ അഹ്യാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അലൈഹാ അമൂത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അലൈഹാ ഉബഅസു യൗമൽ ഖിയാമ. ഇങ്ങനെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ആരാരും അറിയാതെ ഞാൻ ചൊല്ലിയിരുന്ന ആ വചനങ്ങളെ കൊണ്ടാണ് മോനെ ഉമ്മയെ അള്ളാഹു രക്ഷപ്പെടുത്തിയത് എന്ന് ഹാറൂനുർ റഷീദിന്റെ പ്രിയപ്പെട്ട ഭാര്യ സുബൈദ ബീവി മകൻ അമീനിനോട് സ്വപ്നദർശനത്തിൽ പറഞ്ഞത് മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്തിനെന്നറിയോ? നമ്മൾ വലിയ മെഗാ പ്രൊജക്ട് ഒന്നും ചെയ്യണ്ട, ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടി. വലിയ മെഗാ പ്രൊജക്ട് അള്ളാഹ്ക്ക് വേണ്ടി ചെയ്താൽ മാഷാ അള്ളാഹ്. പക്ഷേ അതൊക്കെ ചെയ്യുമ്പോൾ ഒരു പക്ഷേ നമ്മൾ അറിയാതെ മനസ്സിനുള്ളിലേക്ക് ഒരു റിയാ, ഒരു ഇജാബ്, ഒരു ഷോ ഓഫ് പിശാച് കൊണ്ടുവരും. മഅദല്ലാഹ്, അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഞാൻ ചെയ്തത് അള്ളാഹുവിന് വേണ്ടിയാണ്, ഞാൻ ചെയ്തത് പടച്ച തമ്പുരാന് വേണ്ടിയാണ്. നമ്മുടെ സജ്ജനങ്ങളുടെ മാർഗം എല്ലാ ആൾക്കാരെ കാണിക്കാനുള്ള പരിപാടിയാണ്. നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുന്നത്, അള്ളാഹുവിന് വേണ്ടി മാത്രമായി എന്ത് ചെയ്യുന്നു? നമ്മൾ ചെയ്യുന്നതൊക്കെ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്താൽ പോരെ? എത്ര റാഹത്തായിരിക്കും നമ്മൾ നിസ്കരിക്കുന്നത്. നമ്മൾ നിസ്കാരക്കാരനാണെന്ന് പറയാനല്ല, ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യാൻ. ഞാൻ നോമ്പെടുക്കുന്നു, ഞാൻ ഖുർആൻ ഓതുന്നു, ഖുർആൻ അള്ളാഹുവിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് മഹാനായ ബിശ്റുൽ ഹാഫി തങ്ങളടക്കമുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർ അവരുടെ മുമ്പിലേക്ക് ആളുകൾ ഖുർആൻ തുറന്നു വെച്ച് ഓതുന്നതിനിടയിൽ ആരെങ്കിലും വർത്തമാനം പറയാനോ സംശയം ചോദിക്കാനോ മസ്അല പഠിക്കാനോ ഫത്വ ചോദിക്കാനോ വേണ്ടി കടന്നു വരുമ്പോൾ മഹാന്മാരായ പണ്ഡിതന്മാർ മുസാഹഫ് പൂട്ടിവെക്കുമായിരുന്നു. അപ്പൊ ചോദിക്കും, എന്തിനെങ്കിലും മുസാഹഫ് പൂട്ടുന്നത്? അല്ല, ഞാനിതിങ്ങനെ ഓതിരിക്കുന്ന ആളാണ് ഈ വരുന്ന ആൾ വിചാരിക്കേണ്ട. അതിന് തന്നെ എന്തെങ്കിലും നമ്മൾ ഇപ്പോഴും ഓതുന്ന ആളാ, ഏത് നേരം തസ്ബീഹ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ മറച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അറിയാതെ ചെയ്യാൻ കുഴപ്പമില്ല. അത് ആളുകൾക്കിടയിലൂടെ ഞാനൊരു മുസബ്ബിഹാൻ തസ്ബീഹ് ചൊല്ലുന്ന ആളാണെന്ന് അറിഞ്ഞോട്ടെ, അങ്ങനെയൊന്നും ചെയ്യണ്ട. ആ ടിക്ടിക്കൊക്കെ വെറുതെ വെച്ചുണ്ടാക്കി നാക്കണം. എന്ത് ചെയ്യാ? അതാരും കാണാത്തോടത്ത് വെച്ചേക്ക്, ആളുകളുടെ ഇടയിൽ നിന്ന് ചെയ്യേണ്ട. അപ്പൊ വെറുതെ നമ്മൾ അറിയാതെ ഞാനൊരു ദിക്റിന്റെ ആളാണ് എന്ന ആളുകൾക്കിടയിൽ നമ്മൾ അറിയാതെ പറഞ്ഞു പോകും. പിശാച് നമ്മുടെ കൽബിലേക്ക് ഇത് കൊണ്ടുവരും. അപ്പൊ എന്ത് ചെയ്യാ? വിരലൊക്കെ എണ്ണിയാൽ മതി. അല്ലെങ്കിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ആരും കാണാത്തിടത്ത്. അബ്ദുല്ലാഹി ബിൻ മുബാറക് റഹ്മത്തുള്ളാഹി തആല അലൈഹി കടം വീട്ടി കൊടുത്തത് മഹാനവറുകൾ റോമക്കാരുമായി പടപൊരുതിയപ്പോൾ ആരാണ് പടയാളി എന്നറിയാത്ത വിധം മുഖം മറച്ചുകൊണ്ട് ധർമ്മസമരം ചെയ്തത്. സുബൈദ ബീവി ആരാരും അറിയാതെ സുബഹി നിസ്കാരത്തിന് വാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് കൊട്ടാര വരാന്തയുടെ 1-ാം നിലയിലെ മാളികയിലെ വരാന്തയിലൂടെ നടക്കുമ്പോൾ ചൊല്ലിയ ഏതാനും വചനങ്ങളാണ് അല്ലാഹു നാളെ സ്വീകരിക്കുന്നത് എന്ന്
മഹത്തുക്കളായ ആളുകൾ അത് വിശകലനം ചെയ്ത് നമ്മ പഠിപ്പിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം, അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്നത് മാത്രമേ ലോകത്ത് ബാക്കിയാകുന്നുള്ളൂ. ബാക്കിയൊക്കെ പറയപ്പെട്ടു പോകും, പക്ഷേ ജനങ്ങളുടെ കൽബിലേക്ക് അതിന്റെ അഥറുണ്ടാവില്ല. ആളുകളൊക്കെ പറയും ആള് പൊങ്ങച്ചക്കാരനാ, അയാളത് പറഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ ഉള്ളിൽ പൊങ്ങച്ചമുള്ളത് അള്ളാഹു പുറത്തു കൊണ്ടുവരുന്നതാണ്. സുബ്ഹാന ജല്ല ജലാലുഹു. അങ്ങനെയാണ്. എത്ര ആളുകളെ നമ്മൾ ഇഷ്ടപ്പെടും. ചില ആളുകളൊക്കെ മരിച്ചാൽ ഒരുപാട് ആളുകൾ ജനാസക്ക് വരും. ചില ഉമ്മമാർ നാട് കാണാത്ത വിധം ജനബാഹുല്യ, ആ ഉമ്മയെ ആർക്കും അറിയില്ല, ആ ഉമ്മയെ ആരും കണ്ടിട്ടുമില്ല. ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു പ്രശസ്തയായ ഉമ്മയൊന്നും അല്ല, പക്ഷെ മരിച്ചപ്പോഴേ നമ്മുടെ മഹല്ല് ജമാഅത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ജനാസ നിസ്കാരം ആ ഉമ്മാക്ക് കിട്ടി എന്നൊക്കെ പറയാറില്ലേ? ആ ഉപ്പാക്ക് കിട്ടി, ആ ചെറുപ്പക്കാരന് കിട്ടി. എന്തേ കാരണം? ആരും അറിയണ്ടെന്ന് വിചാരിച്ച് അള്ളാഹ്ക്ക് വേണ്ടി ചെയ്തതാണ്. മരിച്ചു കഴിഞ്ഞപ്പോ അള്ളാഹു ജനങ്ങളുടെ ഖൽബിൽ ഇട്ടുകൊടുത്തു, നിങ്ങൾ അവർക്ക് പോയി നിസ്കരിച്ചു കൊടുക്കണം. അൻതും ശുഫആഉല്ലാഹി, നിങ്ങൾ അള്ളാഹുവിനോട് ശഫാഅത്ത് ചെയ്യുന്നവരാണ് ഹബീബിന്റെ ഉമ്മത്തിൽ, അതുകൊണ്ട് പോയി നിസ്കരിക്കേ എന്ന് അള്ളാഹു നമ്മളെ ഏൽപ്പിക്കുകയാണ്. ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, മൻ ഗസാ യൻവി ഖാലൻ ഫലഹു മാ നവാ. നിങ്ങൾ ആരെങ്കിലും സ്വന്തം ജീവൻ കൊടുക്കുന്ന യുദ്ധം നടക്കുന്നതാണെന്ന് സങ്കല്പിക്കുക. ആ യുദ്ധസമയത്ത് പോലും യൻവി ഖാലൻ, ഗനീമത്ത് സ്വത്തായി ലഭിക്കുന്ന മൃഗങ്ങളുടെ ഒരു കയർ, ഒരു മൂക്ക് കയറെങ്കിലും എനിക്ക് ഇവിടെ നിന്ന് സ്വത്ത് വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ധർമ്മസമരത്തിന് വരുന്നതെങ്കിൽ ഫലഹു മാ നവാ, അവൻ നിയ്യത്ത് ചെയ്തതേ അവൻ ഉണ്ടാകൂ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ഉദ്ദേശിച്ചതേ ഉണ്ടാകൂ. അതുകൊണ്ട് നമ്മൾ സജ്ജനങ്ങളുടെ ജീവിതങ്ങളിലേക്കൊന്ന് എത്തി നോക്കുകയാണ്. മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ബസ്രയിൽ ജീവിച്ചിരിക്കുന്ന കാലം അന്നത്തെ ഭരണാധികാരിയാണ് മസ്ലമത്ത് ഇബ്നു അബ്ദുൽ മലിക്. മസ്ലമത്ത് ഇബ്നു അബ്ദുൽ മലിക് അദ്ദേഹം തന്റെ മന്ത്രിയായ ഖാലിദ് ഇബ്നു സഫ്വാനെ വിളിച്ചിട്ട് പറഞ്ഞു, ഖാലിദേ അഖ്ബിർനി അൻ ഹസനി അഹ്ലിൽ ബസ്റ, ബസ്റക്കാരറിയുന്ന ഹസനുൽ ബസ്രിയെ എനിക്കൊന്ന് പറഞ്ഞു തരണം. അദ്ദേഹം എങ്ങനെയാണ്? ഹസനുൽ ബസ്രിയെ ഒന്ന് പരിചയപ്പെടുത്തി തരണം. ഹസനുൽ ബസ്രിയെ കുറിച്ച് ഖാലിദ് ഇബ്നു സഫ്വാൻ എന്നവരെ മസ്ലമത്ത് ഇബ്നു അബ്ദുൽ മലിക് എന്ന ഭരണാധികാരിയോട് പറഞ്ഞു കൊടുക്കുന്നു, ഉഖ്ബിറുക അൻഹു ബിഇൽമിൻ, എനിക്ക് ഹസനുൽ ബസ്രിയെ നന്നായിട്ട് അറിയാം. അനജാറുഹു ഇലാ ജംബിഹി, ഞാൻ അയാളുടെ അയൽവാസിയാണ്. വജലീസുഹു ഫീ മജ്ലിസി, കൂടെ ഇരിക്കുന്ന ആളാണ്. കൂടെ ഇരിക്കുന്ന ആൾക്കും അയൽവാസിക്കാണ് ഒരാളുടെ ശരിയായ സ്വഭാവം അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഒരു കേസ് വന്നപ്പോ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചുവല്ലോ, നിനക്ക് സാക്ഷിയുണ്ടോ? ആ സാക്ഷിയുണ്ട്. ആരാ? ഇതാ ഒരാൾ, നാളെ വിളിക്ക്. ആ സാക്ഷിയോട് ചോദിച്ചു, ഈ പറയുന്ന ആളെ നീ അറിയോ? സാക്ഷിയുണ്ട് എന്ന് പറഞ്ഞ ആളെ വിളിച്ചു വരുത്തി. എന്നിട്ട് ഇയാളോട് ചോദിക്കുകയാണ്, ഈ സാക്ഷിയെ പറ്റി നിങ്ങളുടെ അറിവെന്താണ്? ഉമർ തങ്ങൾ ചോദിച്ചു, ഹൽ ജാവറതഹു, നിങ്ങൾ അയാളുടെ അയൽവാസിയായിട്ട് ജീവിച്ചിട്ടുണ്ടോ? അപ്പോഴാണ് അതിർത്തർക്കം വരുമ്പോ, മതിൽ കുത്തുമ്പോഴേ, ഒരു ഫംഗ്ഷൻ നടക്കുമ്പോഴേ അനാവശ്യമായ ചുറകളും പ്രശ്നങ്ങളും ഉണ്ടാക്കി തമ്മിലടിക്കുന്നത് കാണണമെങ്കിൽ അയൽപക്കങ്ങളിൽ ചെന്ന് നോക്കണം. അയൽവാസികൾ, നീ താമസിച്ചിട്ടുണ്ടോ? അയൽവാസിയാണോ? ഹൽ ജാവറതഹു, ലാ, എന്റെ അയൽവാസിയൊന്നുമല്ല. പിന്നെ ഹൽ സാഫർത മഅഹു, നിങ്ങൾ അയാളുടെ കൂടെ ദീർഘമായ യാത്ര പോയിട്ടുണ്ടോ? ദീർഘയാത്ര, ദിവസങ്ങൾ എടുക്കുന്ന യാത്ര, ഒരു ഉംറയ്ക്ക് പോയോ, അല്ലെങ്കിൽ ദീർഘമായ മറ്റേതെങ്കിലും യാത്രയിൽ പോയിട്ടുണ്ടോ? പറഞ്ഞില്ല, അതൊന്നും പോയിട്ടില്ല അമീറുൽ മുഅ്മിനീൻ. പിന്നെ ഹൽ അമൽതഹു ബിദ്ദീനാരി വദ്ദിർഹം, സാമ്പത്തികമായ ഇടപാട് വല്ലതും നടത്തിയിട്ടുണ്ടോ? സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ടോ? നിസ്കാരത്താഴ്മ്പ് മാത്രം നോക്കല്ലേ, സാമ്പത്തിക ഇടപാട് ചെയ്യുമ്പോൾ ആൾ എങ്ങനെയാണ്? തസ്ബീഹ് ഒക്കെ ഉഷാറാണ്, പള്ളിയിൽ നിന്ന് എഴുതിട്ട് പോകാത്ത ആളാണ്, പക്ഷേ കടം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കൂല. അങ്ങനത്തെ മനുഷ്യന്മാരില്ലേ? വഞ്ചന നടത്തും, ഒരു കാര്യമില്ല. അദ്ദീനു അൽ മുആമല, ദീൻ എന്ന് പറയുന്നത്, ഇസ്ലാം എന്ന് പറയുന്നത് ഇറ്റ്സ് ദ ക്യാരക്ടർ, അതൊരു സ്വഭാവമാണ്. ഇറ്റ്സ് ദ ബിഹേവിയർ, അതൊരു സംസ്കാരമാണ്, ഒരു സ്വഭാവമാണ്. ഇസ്ലാം എന്നത് അവരുടെ ട്രാൻസാക്ഷൻസിൽ കാണുന്ന സംഭവമാണ്. നിങ്ങള് പൈസയുടെ ഇടപാട് വല്ലതും നടത്തിയിട്ടുണ്ടോ? പറഞ്ഞു, ഇല്ല, അതൊന്നും നടത്തിയിട്ടില്ല. പിന്നെ ഉമർ തങ്ങൾ പറഞ്ഞു, ലഅല്ലക റഅയ്തഹു യുസല്ലി ഫീ മസ്ജിദിൻ, നിങ്ങൾ അയാളൊരു മസ്ജിദിൽ നിസ്കരിക്കുന്നത് കണ്ടു കാണുമല്ലേ? അൻത ലാ തഅരിഫ്, യു ഡോണ്ട് നോ ഹിം, നിങ്ങൾക്ക് അയാൾ അറിയില്ല. ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയാം,
3 കാരണങ്ങളാ ചോദിച്ചത്. കൂടെ താമസിച്ചിട്ടുണ്ടോ? ഇല്ല. ദീർഘയാത്ര പോയിട്ടുണ്ടോ? ഇല്ല. സാമ്പത്തിക ഇടപാട് വല്ലതും നടത്തിയിട്ടുണ്ടോ? ഒരു ബിസിനസ്സിൽ പാർട്ണർഷിപ്പ് കൂടിയിട്ടുണ്ടോ? ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? കടം കൊടുത്തിട്ടുണ്ടോ? വായ്പ വാങ്ങിച്ചിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. എന്നാലേ അയാളെ പറ്റി പറയാൻ സമയമായിട്ടില്ല. നിങ്ങൾക്ക് അയാൾ അറിയില്ല എന്ന് ഫാറൂഖ് റളിയല്ലാഹു അൻഹു. നിങ്ങൾക്ക് അയാൾ അറിയില്ല, അയാളൊന്നും സാക്ഷി പറയാൻ പറ്റൂല. നിങ്ങൾക്ക് അയാൾ അറിയില്ലല്ലോ. നമ്മളാകുന്നത് നമ്മുടെ പെരുമാറ്റങ്ങളിലൂടെയാണ്. അത് ശരിയാവാതെ നിസ്കാരം കൊണ്ട് മാത്രം രക്ഷപ്പെടുക സാധ്യമല്ല. നിസ്കരിക്കണം, അത് നിർബന്ധമാണ്. നോമ്പെടുക്കണം, നിർബന്ധമാണ്. സകാത്തും ഹജ്ജും ഒക്കെ വേണം. അതിനപ്പുറത്തേക്ക് ഇസ്ലാമിന്റെ പില്ലറാണത്. ഇസ്ലാമിന് ചുമര് വേണം, അല്ലേ? പില്ലർ മാത്രം കൊണ്ടെടുക്കാൻ നമ്മള്. പില്ലർ മാത്രം പോരല്ലോ ബിൽഡിങ്ങിന്. ഇസ്ലാമിന്റെ റുക്നുകളാണ്, ഇസ്ലാമിന്റെ തൂണുകളാണ് 5 ഇസ്ലാമിന്റെ റുക്നുകൾ. ഷഹാദയും സ്വലാത്തും സൗമും സകാത്തും ഹജ്ജും. അത് പില്ലറാണ്. പില്ലർ മാത്രം മതിയോ ബിൽഡിങ്ങിന്? ചുമര് വേണ്ടേ? പ്ലാസ്റ്റർ ചെയ്യണ്ടേ? വയറിംഗ് ചെയ്യണ്ടേ? പ്ലംബിംഗ് വേണ്ടേ? അതിന് പെയിന്റ് അടിക്കണ്ടേ? അത് ഡെക്കറേറ്റ് ഇന്റീരിയർ ചെയ്യണ്ടേ? ഡിസൈൻ ചെയ്യണ്ടേ? ഭംഗി കൂട്ടണം, ഡെക്കറേഷൻ ഒക്കെ ചെയ്യണം. അപ്പൊ നമ്മള് ഇസ്ലാം പില്ലർ മാത്രം കൊണ്ടുനടക്കണ്ട. എന്ത് ചെയ്യണം? ഇസ്ലാം നല്ല മനോഹരമായ ഒരു ബിൽഡിംഗ് ആക്കി എടുക്കണമെങ്കിൽ നമ്മുടെ സ്വഭാവങ്ങളിലൂടെ അത് സാധ്യമാവുകയുള്ളൂ. ഖാലിദ് ബിൻ സഫ്വാൻ ഹസനുൽ ബസ്രിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. അഷ്ബഹുന്നാസി സരീറതൻ ബിഅലാനിയ. ആരാണ് അൽ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു? അഷ്ബഹുന്നാസി സരീറതൻ ബിഅലാനിയ. അദ്ദേഹത്തെ പുറമെ കാണുന്നത് പോലെ തന്നെയാണ് അവരുടെ സ്വകാര്യ ജീവിതവും. ഒരു ഉസ്താദിനെ പറ്റി, ഒരു നേതാവിനെ പറ്റി അറിയണമെങ്കിൽ അവരുടെ ഡ്രൈവറോട് ചോദിച്ചാൽ മതി. അല്ലാതെ വാഴ പറയണ മാത്രം നോക്കണ്ട. കൂടെ സ്ഥിരം നടക്കുന്ന ആളുകൾക്ക് ഒരാളുടെ സ്വഭാവം മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഡ്രൈവർമാരോട് ചോദിക്കുക, എങ്ങനെയുണ്ട് നിന്റെ മുതലാളി, എങ്ങനെയുണ്ട് നിന്റെ ഉസ്താദ്, എങ്ങനെയുണ്ട് നിന്റെ നേതാവ്? അയാൾക്കറിയാം. കൂടെ നടക്കുന്നവനെ രാപ്പനെ അറിയുള്ളൂ എന്ന് പറയില്ലേ? കൂടെ കിടക്കുന്നവന് രാപ്പനെ അറിയുള്ളൂ എന്ന്. കൂടെ നടക്കുന്നവർക്കറിയാം. പ്രത്യക്ഷം ഒന്ന് വേറെയാണ്, പക്ഷേ നമ്മുടെ പ്രൈവസി, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ജീവിതം, അത് പലപ്പോഴും പൊതുജനങ്ങൾക്കറിയില്ല. അത് നമ്മുടെ വീട്ടുകാർക്കറിയാം. അതുകൊണ്ടാണ് തങ്ങൾ പറയാറുള്ളത്, ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലിഹി വ അന ഖൈറുക്കും ലി അഹ്ലി. നിങ്ങളിൽ ഏറ്റവും നല്ലവർ ആരാണ്? ആരാ നിങ്ങൾ ഏറ്റവും നല്ലവർ? കുറെ നിസ്കരിക്കുന്നവരാണെന്നാണോ? കുറെ സ്വലാത്ത് ചൊല്ലുന്നവരെന്നാണോ? നിങ്ങൾ പള്ളിയുടെ ഭാരവാഹികളാണെങ്കിൽ നിങ്ങൾ നല്ലവരാണെന്ന എന്താ തങ്ങൾ പറഞ്ഞ ക്രൈറ്റീരിയ? എന്താണ്? നിങ്ങൾ ആരാ നല്ലവർ? ഖൈറുക്കും ലി അഹ്ലി. സ്വന്തം ഉമ്മയോട്, വാപ്പയോട്, സ്വന്തം ഭാര്യയോട്, മക്കളോട് ഏറ്റവും ഡീസന്റായി പെരുമാറാൻ കഴിയുന്നവനാരോ അവനാണ് നിങ്ങളിൽ ഏറ്റവും നല്ലവൻ. അല്ലാത്തതൊക്കെ പോളിഷാണ്. ജോലിസ്ഥലത്ത് അവന്റെ ഒറിജിനൽ സ്വഭാവമല്ല കാണിക്കുന്നത്. കമ്പനിയിൽ അവൻ ജോലി ചെയ്യുമ്പോ ഒറിജിനൽ സ്വഭാവമല്ല. വാഹനത്തിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ബാക്കിൽ ഒരു സ്റ്റിക്കർ പതിച്ചിട്ടുണ്ടാവും ചില കമ്പനികളൊക്കെ. ആം ഐ ഡ്രൈവിംഗ് സേഫ്ലി? ഇഫ് നോട്ട് പ്ലീസ് കോൺടാക്ട്. ഞാൻ ഡ്രൈവ് ചെയ്യുന്നത് ശരിക്കും തന്നെയാണോ? ഇല്ലെങ്കിൽ എന്റെ കമ്പനിയെ കുറിച്ച് അറിയിക്കണേ. ഡ്രൈവർ എഴുതി വെക്കണതല്ല, മലയാളി എഴുതി വെക്കണതാ. അപ്പം മര്യാദയ്ക്ക് ഡ്രൈവ് ചെയ്യൂ. നമ്മുടെ തനി സ്വഭാവം നമ്മൾ പുറത്തെടുക്കുന്നത് നമ്മുടെ വീട്ടുകാരുടെ മുമ്പിലാണ്. അവിടെ നന്നാകുന്നവനാണ് ഏറ്റവും നല്ലവനെന്ന് പ്രഖ്യാപിച്ച നബിയാണ് നമ്മുടെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയാണ് നിങ്ങളായി നിങ്ങളുടെ തനി സ്വഭാവം നിങ്ങളുടെ വീട്ടിലാണ് കാണുന്നത്. അവിടെ നിങ്ങൾ നല്ലവരാണെങ്കിൽ ഒരു ഭർത്താവിനെ കുറിച്ച് ഭാര്യ പറയണം, ഭാര്യയെ കുറിച്ച് ഭർത്താവ് പറയണം, ഉമ്മ പറയണം മക്കളെ കുറിച്ച്, എന്റെ മോൻ നല്ല മോനാണ്. നാട്ടുകാർ പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് അല്ലാഹു നോക്കുന്നത്. വ അന ഖൈറുക്കും ലി അഹ്ലി. നിങ്ങളിൽ അവനവന്റെ കുടുംബത്തോട് പെരുമാറുന്നവരിൽ സ്വന്തം കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് ഹബീബായ നബി തങ്ങൾ എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഷ്ബഹുന്നാസി ശരീറതൻ സരീറതൻ ബിഅലാനിയ. ഹസനുൽ ബസ്രിയെ കുറിച്ച് മസ്ലമത്ത് ഇബ്നു അബ്ദുൽ മലിക്കിന് കൊടുക്കുന്ന റിപ്പോർട്ട് ഖാലിദ് ഇബ്നു സഫ്വാൻ തയ്യാർ ചെയ്യുന്നത്. അഷ്ബഹുന്നാസി ശരീറതൻ ബിഅലാനിയ. പ്രത്യക്ഷമായ ജനങ്ങൾ അറിയുന്ന സ്വഭാവം തന്നെയാണ് അദ്ദേഹത്തിന്റെ രഹസ്യ സ്വഭാവം. ഞാൻ അയാളുടെ അയൽവാസിയാണെന്ന് ഖാലിദ് ഇബ്നു സഫ്വാൻ റഹ്മത്തുള്ളാഹി അലൈഹി. വഅഷ്ബഹുഹു ഖൗലൻ ബിഫിഅലിൻ. പറയുന്നതെന്തോ അങ്ങനെ പ്രവർത്തിക്കുന്ന ആളാണ്. പറയുന്നതെന്തോ അത് പ്രവർത്തിക്കുന്ന ആളാണ്. ഇത് വലിയ പ്രയാസമാണ്.
പറയാൻ പലതും എളുപ്പമാണ്, പ്രവർത്തിച്ചു നോക്കണ്ടേ? ഉപദേശം കടിച്ചടക്ക. ഇന്നല്ലാഹ മഅസ് സ്വാബിരീൻ, അല്ലാഹു ക്ഷമിക്കുന്നവരോടൊപ്പമാണ്. പറഞ്ഞു നോക്കി, എത്ര എളുപ്പം പറയാൻ. ഇന്നല്ലാഹ മഅസ് സ്വാബിരീൻ, അർത്ഥം വെച്ച് നോക്കി, അല്ലാഹു ക്ഷമിക്കുന്നവരോടൊപ്പമാണ്. നിങ്ങളുടെ മൂക്കിൽ ആരെങ്കിലും ഒന്ന് തോണ്ടി നോക്കണ്ടേ? ഇതിനർത്ഥം ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ അപ്പൊ കഴിയുമെന്ന് അറിയേണ്ടത്. നിങ്ങളെ പ്രകോപിപ്പിക്കുമ്പോഴേ, പ്രകോപന ഒരുപാട് മുദ്രാവാക്യങ്ങളൊക്കെ രാജ്യത്തിന്റെ ജനാധിപത്യം ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ മതേതരത്വം ഇഷ്ടപ്പെടാത്ത ആളുകളുടെ ചില ഡയലോഗുകളൊക്കെ കേൾക്കുമ്പോഴേ തലയിന്ന് മുടി എണീറ്റ് നിൽക്കുന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാവും. അതിലെ സ്റ്റോക്ക് വെച്ചിരിക്കുകയാണ്, കൂടിയ വിലക്ക് കൊടുക്കാൻ. ചൈനയുടെ പ്രൊഡക്ഷൻ അല്ലാതെ വല്ലതും കിട്ടാനുണ്ടോ? ആപ്പിൾ കമ്പനി പ്രൊഡക്ഷൻ അവിടെ നിർത്തിവെച്ചു. അവരുടെ പല ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രികളും അവിടുത്തെ പ്രൊഡക്ഷൻ നിർത്തിവെച്ചു. എന്ത് ചെയ്യും? ലതുബ്ലവുന്ന ഫീ അംവാലികും വഅൻഫുസികും, യു വിൽ ബി ടെസ്റ്റഡ്. നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ വരും, നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ സമ്പത്തിലും. പിന്നെന്ത് പറഞ്ഞു? വലതസ്മ മിനല്ലദീന അശ്റകൂ, ബഹുദൈവ ആരാധന നടത്തുന്ന ആളുകളിൽ നിന്നും നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും അദൻ കസീറാ, നിങ്ങളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒരുപാട് വാക്കുകൾ അവരിൽ നിന്ന് നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും. കേൾക്കണില്ലേ? ഫാദർ പിന്നെ മാപ്പ് ചോദിച്ചു, ശരി തന്നെയാണ്, പക്ഷേ അത് വളരെ വേദനിപ്പിക്കുന്ന വാക്കുകളായിരുന്നു, അല്ലേ? ക്ഷമാപണം നടത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ വീണ്ടും കീറി മുറിക്കുന്നത് ശരിയല്ല. പക്ഷേ നിങ്ങൾക്ക് ഇനിയും കേൾക്കേണ്ടി വരും. പിന്നെ ആരൊക്കെ പറയും? വമിനല്ലദീന അശ്റകൂ, ബഹുദൈവാരാധന നടത്തുന്ന മതവിഭാഗങ്ങൾ. എല്ലാവരും എന്നല്ല, ചില ആളുകൾ. അദൻ കസീറാ, ഒരുപാട് നിങ്ങളെ വേദനിപ്പിക്കുന്നത് പറയുന്നത് നിങ്ങളുടെ ചെവികളിൽ നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും. അത് ഉറപ്പാണ്. അതപ്പോ ഈ NCR-ഉം CA ഒക്കെ ഇതിന്റെ ഭാഗമാണ്. നിങ്ങളെ വേദനിപ്പിക്കുന്നത് അവരുടെ നാവിൽ നിന്ന് വരും. എന്താ അല്ലാഹു നമ്മളോട് പറയണെന്നറിയോ? വഇൻ തസ്ബിറൂ വതത്തഖൂ, നിങ്ങൾ ക്ഷമിക്കുകയും അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, നല്ല ചുണക്കുട്ടികൾക്ക് ചെയ്യാൻ കഴിയുന്ന പണി അത് തന്നെയാണ്. ഈ ചീത്ത തെറിവിറികൾക്ക് അല്ലെങ്കിൽ ആക്ഷേപങ്ങൾക്ക്, ചീത്ത വാക്കുകൾക്ക് ചീത്ത വാക്കിലൂടെ അല്ല നിങ്ങൾ മറുപടി കൊടുക്കേണ്ടത്. പിന്നെയോ, തിന്മയെ നന്മ കൊണ്ടാണ് നിങ്ങൾ നേരിടേണ്ടത്. തിന്മക്ക് തിന്മ കൊണ്ട് മുദ്രാവാക്യം വിളിക്കരുത്, അതിന് നന്മയാണ് മറുപടി പറയേണ്ടത്. അവിടെയാണ് നമ്മുടെ വിശ്വാസം. സമരങ്ങളൊക്കെ ജോറായിട്ട് നടന്നു, അൽഹംദുലില്ലാഹ്, അല്ലേ? കുറെ സിന്ദാബാദ് വിളിച്ചു. നിസ്കരിക്കാത്തവരുണ്ടെങ്കിൽ വല്ല കാര്യമുണ്ടോ? സിന്ദാബാദൊക്കെ വിളിച്ചിട്ട് പോയി കടന്നുറങ്ങി. മഗ്‌രിബ് നിസ്കരിച്ചിട്ടില്ല, ഇശാവ് നിസ്കരിച്ചിട്ടില്ല, സുബഹിയില്ല. അല്ലാഹു ഈ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തോ? ഇല്ല. പത്രത്തിൽ ഫോട്ടോ വന്നിട്ടുണ്ടാവും. പക്ഷെ ഈ ഉമ്മത്തിന് രക്ഷ അല്ലാഹു നൽകുന്നത് വഇൻ തസ്ബിറൂ വതത്തഖൂ, നിങ്ങൾ അല്ലാഹു പറഞ്ഞ പോലെ ജീവിക്കുമ്പോഴാണ്. അപ്പോഴാണ്. അപ്പോ ക്ഷമിക്കുക എന്ന് പറയുന്നത് പറയാൻ എളുപ്പമാണ്, പക്ഷേ പ്രവർത്തിച്ചു കാണിക്കാൻ പ്രയാസമാണ്. നമ്മളൊക്കെ അങ്ങനെയാണ്, ഇമോഷണലി റിയാക്ട് ആയി പോവും. അങ്ങനെ ആവരുത് എന്ന് വിശുദ്ധ ഖുർആൻ മഹാനായ ഹസനുൽ ബസ്രിയെ പരിചയപ്പെടുത്തുന്നു. പറയുന്നതാണ് പറയുന്നത്. ഒരു വിഷയത്തിൽ ഇരിക്കുകയാണെങ്കിൽ അത് നിന്ന് നടപ്പാക്കും. ഒരു വിഷയത്തിൽ നിൽക്കുകയാണെങ്കിൽ അതിന്മേൽ ഇരുന്നിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഏൽപ്പിച്ചാൽ കൃത്യമായും അത് നിർവഹിച്ചിരിക്കും. ഒരു വിശ്വാസി അതാണ്. നമ്മുടെ സജ്ജനങ്ങളായ മുൻഗാമികൾ എന്ന് പഠിക്കേണ്ട മാതൃക അതാണ്. ഒരാൾ ചെയ്യുന്ന പണി, ഒരു മുഅല്ലിം, ഞാനൊരു മുഅല്ലിമാണ്, പഠിപ്പിക്കുന്ന അബുദാബിയിലാണെന്ന് മാത്രം, ഇംഗ്ലീഷിലാണ്, സ്കൂളിലാണെന്ന് മാത്രം. പക്ഷെ മുഅല്ലിമാണ്. ഒരു മുഅല്ലിം എന്ത് ചെയ്യണം? ശരിക്കും പഠിപ്പിക്കണം. ബാങ്ക് വിളിക്കുന്ന ആളാണ്, അത് ഉറങ്ങി കൊടുക്കരുത്. ഇത് പലരും കേൾക്കുന്ന നാടാണ്. ഉറങ്ങിയിട്ട് ചിലരൊക്കെ പറയടോ, നിന്റെ നാട്ടിൽ മുക്രിക്കാർക്ക് എന്താ വെള്ളം കൊടുത്തൂടെ ബാങ്ക് കൊടുക്കേണ്ട മുമ്പ്? സുബ്ഹാനല്ലാഹ്, കോഴിക്കാർക്കും വെള്ളം കൊടുക്കാറുണ്ട്. എന്താ ഉറങ്ങി എണീറ്റ് ആർക്കോ വേണ്ടി ഒരു വിളി? അങ്ങനെ ആവണ്ട. തക്ബീറല്ലേ വിളിക്കണത്? മുസ്ലിം ഉമ്മത്തിന്റെ പ്രതിനിധിയല്ലേ? ഹയ്യ അലസ്വലാ, പ്രാർത്ഥനയ്ക്ക് വരണേ.
ഹയ്യ അലൽ ഫലാ, വിജയത്തിലേക്ക് വരണേ. അത് മനോഹരമായി വിളിച്ചാൽ എന്തു റാഹത്താണ്. ഇമാമുമാർ നല്ല ഖിറാഅത്ത് പഠിക്കണം, തജ്വീദ് പഠിക്കണം. നല്ല ഖിറാഅത്ത് ചെയ്യുമ്പോഴാണ് ബാക്കിയുള്ള മഅ്മൂം, ഒരു ഹറഫും അർത്ഥമറിയാത്ത മഅ്മൂം ഖിറാഅത്തിന്റെ മധുരിമയിലാണ് നിസ്കാരം ആസ്വദിക്കുന്നത്. അപ്പൊ ഇമാം എന്ത് ചെയ്യണം? ഉറങ്ങിയിട്ട് ഓതരുത്, വളരെ മനോഹരമായിട്ട് ഓതണം. ഒരു കശാപ്പുകാരൻ, അറിവുകാരൻ ശരിക്ക് അസ്വാബ് ആ ജോലി പഠിക്കണം. ഒരു തേപ്പുകാരൻ തേപ്പ് പഠിക്കണം. ഇലക്ട്രീഷ്യനാണ്, ആ പണി ശരിക്കും പഠിക്കണം. ഡോക്ടറാണ്, എന്ത് ചെയ്യണം? ശരിക്കും പഠിക്കണം. പഠിച്ചിട്ട് മാർക്ക് കിട്ടിയാൽ മതി. വെറുതെ കൈക്കൂലി കൊടുത്തിട്ട് എന്ത് ചെയ്യണ്ട, സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് വരണ്ട. ഇന്നല്ലാഹ യുഹിബ്ബു അഹദുക്കും ഇൻ അമില അമലൻ അൻ യുത്ഖിന, നിങ്ങളിൽ ഒരാൾ ഒരു പണി ചെയ്യുമ്പോൾ അത് ഭംഗിയായി ചെയ്യൽ അല്ലാഹുവിന് ഇഷ്ടമാണ്. എല്ലാവർക്കും എല്ലാം ചെയ്യാൻ കഴിയില്ല. ഒരു ഡ്രൈവർ ഡ്രൈവിംഗ് ശരിക്കും ചെയ്യണം. കുക്ക് ചെയ്യണം ഉമ്മമാര്, നല്ല ഭക്ഷണം പാകം ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ റെസ്റ്റോറൻറ്റിലേക്ക് പോകും ഭർത്താക്കന്മാര്, അവർ വഴി എനിക്കിന്ന് ഭക്ഷണം വേണ്ട മോളെ, അപ്പോൾ വിചാരിക്കുന്നു എന്തോ പാവല്ലേ, എവിടെ വയറ് മുക്കറ്റം തിന്നിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക, അതുവരെ അറിയില്ല. എന്ത് ചെയ്യുക? നല്ല ഭക്ഷണം ഉണ്ടാക്കി നല്ല രുചിയുള്ളത് അവനവന്റെ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാൻ ആർക്കറിയണം? പെണ്ണുങ്ങൾക്കറിയണം. ഇന്നത്തെ ന്യൂ ജനറേഷൻ പുതുനാരികളൊക്കെ എനിക്ക് കോഫി പോലും ഉണ്ടാക്കാൻ അറിയില്ല കേട്ടോ എന്ന് പറയുന്നത് അഭിമാനമായി കാണുന്ന കാലമാണ്. മോളെ, അത് അഭിമാനമല്ല, അതാണെന്ന് നിന്നെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്. സ്നേഹം നല്ല ഭക്ഷണത്തിലൂടെ കൈമാറാൻ കഴിയും. ഓരോരുത്തർ അവനവന്റെ പണി ചെയ്യുക, അത് ശരിക്കും ചെയ്യുക. എല്ലാവർക്കും എല്ലാം ചെയ്യാൻ കഴിയില്ല. നമുക്കൊക്കെ അള്ളാഹു ഒരു എക്സ്പെർട്ടീസ്, ഒരു കാര്യം നന്നായി ചെയ്യാൻ അള്ളാഹു നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ കാര്യം നമ്മൾ വൃത്തിയായിട്ട് ചെയ്യുക. ഏത് കാര്യമാണെങ്കിലും ഒന്നും അഭംഗിയിലായി പോവരുത് എന്ന് സാരം. മഹാനായ ഹസനുൽ ബസ്രിയെ പരിചയപ്പെടുത്തുകയാണ്. ഇൻ അമറ ബി അംരിൻ കാന അഅമലൻ നാസി ബിഹി, ഒരു കാര്യം ജനങ്ങളോട് പറയുകയാണെങ്കിൽ അത് ആദ്യമായി ജീവിതത്തിലേക്ക് പകർത്തുന്നത് അദ്ദേഹമാണ്. നമ്മൾക്കൊക്കെയുള്ള ബാധ്യതയാണ്. വാള് പറയുന്ന ആളുകൾക്ക് പ്രത്യേകിച്ചും, പ്രബോധകന്മാർക്ക് ഏറ്റവും കൂടുതൽ. കാരണം ജനങ്ങൾ അവരെ 1000 കണ്ണുകൊണ്ടാണ് നോക്കുന്നുണ്ടാവുക, 1000 കണ്ണുകൊണ്ട്. പക്ഷെ ജനങ്ങളുടെ കണ്ണല്ല നമ്മൾ നോക്കേണ്ടത്. നമ്മൾ നോക്കുന്നത് മഹല്ലു നദുരില്ലാ, അല്ലാഹുവിന്റെ ദൃഷ്ടി പതിക്കുന്ന ഇടമാണ്, ഹൃദയമാണ് നന്നാക്കേണ്ടത്. റഅയ്തുഹു മുസ്തഗ്നിയൻ അനിന്നാസ്, അദ്ദേഹം ജനങ്ങളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാത്ത ആളാണ്. ഇതൊരു മുസ്ലിമിന്റെ ക്വാളിറ്റിയാ കേട്ടോ. ആരും ആരുടെയും കീശയിലേക്ക് നോക്കണ്ട. അങ്ങനെയാണ്. ആരും ആരുടെ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കും വേണ്ട, അതിനെ ആഗ്രഹിച്ച് നടക്കും വേണ്ട. കിട്ടിയോ ഫൽയഹ്മദില്ലാ, കിട്ടിയില്ലേ ഫലാ യലൂമന്ന ഇല്ലാ നഫ്സ. പക്ഷേ നമ്മൾ മുസ്തഗ്നിയൻ അനിന്നാസ്, അധ്വാനിച്ച് ജീവിക്കുക. ആരും ലാ തകുൻ കല്ലൻ അലൽ ഗൈർ, മുത്തുനബിയല്ലേ പറഞ്ഞത്, നിങ്ങൾ ആരും ആർക്കും ഭാരമാവരുത്, ആർക്കും ഭാരമായി ജീവിക്കരുത്. നിങ്ങൾക്ക് സെൽഫ് സഫിഷ്യൻസി വേണം. നിങ്ങൾ ായിരിക്കണം. ആരെങ്കിലും ഒരാൾ നിങ്ങളെ താങ്ങുന്ന അവസ്ഥ വരരുത്. ജോലി ചെയ്തിട്ട്, മാന്യമായ ഒരു ജോലി ചെയ്ത് അധ്വാനിച്ച്, ബിസിനസ്സോ കച്ചവടോ എന്തോ ആകട്ടെ, ആളുകൾക്ക് ഭാരമാവരുത്. സമൂഹത്തിന്, മഹല്ലിന്, ജ്യേഷ്ഠൻ അനുജൻ ഭാരമാവരുത്. മാതാപിതാക്കൾക്ക് മക്കൾ ഭാരമാവരുത്. അവരവർക്ക് അള്ളാഹു നൽകിയ കഴിവനുസരിച്ച് ഉപയോഗപ്പെടുത്തണം. പിന്നെ ഹാൻഡിക്യാപ്പാണ്, അല്ലെങ്കിൽ സ്പെഷ്യൽ നീഡാണ്, അവരൊക്കെ മഅദൂരിങ്ങളാണ്, എക്സ്ക്യൂസ്ഡ് ആണ്. അവരെ കുറിച്ചല്ല പറയുന്നത്. കഴിവുള്ള ആളുകൾ അധ്വാനിക്കണം. നബി തങ്ങൾ പറയുമായിരുന്നു, നിങ്ങൾ ആർക്കെങ്കിലും അള്ളാഹു നിങ്ങളെ സ്നേഹിക്കണമെന്ന് ഇഷ്ടമുണ്ടോ, ജനങ്ങൾ നിങ്ങളെ സ്നേഹിക്കണമെന്ന് ഇഷ്ടമുണ്ടോ? അത് ഇഷ്ടപ്പെടാത്തവരാരാ? അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ അതല്ലേ വേണ്ടത്. തങ്ങൾ പറഞ്ഞു, അള്ളാഹു ഇഷ്ടപ്പെടണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇസ്ഹദ് ഫിദ് ദുനിയ യുഹിബ്ബുകല്ലാഹ് വസ്ഹദ് ഫീമാ ഇൻദന്നാസ് യുഹിബ്ബുകന്നാസ്. നിങ്ങൾ ഈ ലോകത്തിന്റെ ആഡംബരങ്ങളുടെ പിന്നാലെ ഓടല്ലേ, അതാണ് ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് കരുതല്ലേ. ലോകത്ത് ജീവിക്കുന്നത് ഈ ലോകം ആസ്വദിച്ചു തീർക്കാനല്ല, പിന്നെയോ ആഖിറം പടുത്തുയർത്താനാണ്. അങ്ങനെ ഈ ലോകത്ത് പരിത്യാഗിയായി നീ ജീവിക്കുകയാണെങ്കിൽ യുഹിബ്ബുകല്ലാഹ്, സർവേശ്വരനായ അല്ലാഹു നിങ്ങളെ സ്നേഹിക്കും. അല്ലാഹ് സ്നേഹിച്ചാൽ അത് നമ്മുടെ വീട്ടുകാരുടെ സ്വഭാവത്തിൽ കാണാൻ കഴിയും, നമ്മുടെ വാഹനത്തിന്റെ സ്വഭാവത്തിൽ കാണാൻ കഴിയും, നമ്മുടെ കൂട്ടുകാരിൽ നിന്ന് കാണാൻ കഴിയും. പിന്നെ പറഞ്ഞു, വസ്ഹദ് ഫീമാ ഇൻദന്നാസ്, ജനങ്ങളുടെ കൈകളിലുള്ളത് ഒന്നും പ്രതീക്ഷിക്കല്ലേ. അല്ലാഹുവിനോട് ദുആ ചെയ്യേ, ആളുകളുടെ കൈകളിലൂടെ അള്ളാഹു നിന്റെ കൈകളിൽ കൊണ്ടുതരും. പക്ഷേ നീയായിട്ട് കണ്ണു വെച്ചിരിക്കരുത്. എന്റെ കുട്ടിയുടെ കല്യാണം ഉണ്ട്, അപ്പൊ ഓരോ മുതലാളിമാർ ലിസ്റ്റ് ഇടാണ്. 10,000 തരുമായിരിക്കും, ഇവിടെ 2000 കൊടുത്തിട്ടുണ്ടാവുക.
ഓരോരുത്തരും വിചാരിച്ചു. പിന്നെ ആളാകെ നിരാശനായി. പടച്ചവനെ, ഞാൻ ഇങ്ങനെ നല്ലല്ലോ വിചാരിച്ചത്. നിന്നോട് ആരങ്ങനെ വിചാരിക്കാൻ പറഞ്ഞത്? അല്ലാഹുവിനോട് പറയും, പടച്ചവനെ, ഞാൻ പ്രയാസത്തിലാണ്. അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക വബിത്വാഅതിക അൻ മഅസിയതിക വബിഫദ്ലിക അമ്മൻ സിവാക. അല്ലാഹുവേ, എനിക്ക് ഹലാൽ കൊണ്ട് ഐശ്വര്യം തരണം. സമ്പത്തില്ല, പക്ഷേ പലിശക്ക് വാങ്ങാനാവില്ല. സമ്പത്തില്ല, പക്ഷേ പണയപ്പെടുത്തി, സ്വർണം പണയപ്പെടുത്തി, ലാൻഡ് പണയപ്പെടുത്തി, മോർഗേജ് കൊടുത്തിട്ട് പലിശ വാങ്ങാൻ ഞാനില്ല റബ്ബേ. അത് നിനക്ക് ഇഷ്ടമല്ല. എത്ര പെണ്ണുങ്ങൾക്കറിയാം ഇത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല എന്ന്? എത്ര ആണുങ്ങൾക്കറിയാമെന്ന്? വേഗം ആ 2 പവന്റെ വളയങ്ങ് വെച്ചാൽ പോരെ? ഒരു 50,000 കിട്ടാൻ വല്ല പണിയുണ്ടോ? അല്ലേ? സുബ്ഹാനല്ലാഹ്. പച്ച പലിശയല്ലേ നമ്മളാ കൊടുക്കുന്നത്? ഹലാൽ കൊണ്ടൊരു പരിഹാരം അവിടെ ഉണ്ടായിരിക്കെ എങ്ങനെയെങ്കിലും കടമായിട്ട് വാങ്ങിച്ച് കടമായി തിരിച്ചു കൊടുക്കാൻ സന്മനസ്സുള്ള ഒരു മനുഷ്യൻ ഭൂമി ലോകത്തില്ല എന്ന് വിചാരിക്കുക. നിങ്ങൾ എല്ലാ നിലക്കും കുടുങ്ങിയിരിക്കുകയാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ പറയാൻ പറ്റിയൊരു കാരണമുണ്ട്, എങ്കിൽ മാത്രമേ ഒരു ഹറാം അള്ളാഹു അനുവദിക്കുള്ളൂ. അങ്ങനെയാണ്. അല്ലാതെ തൊട്ടതിനും പിടിച്ചതിനൊക്കെ പോയി പണയം വെക്കുക, എന്നിട്ട് പലിശയുടെ പൈസ കൊണ്ടുവന്ന് തിന്നുക. വാഹനം പണയത്തിലാണ്, വീട് പണയത്തിലാണ്, കുട്ടികളെ പഠിപ്പിക്കുന്നത് പണയത്തിലാണ്, ഫ്രിഡ്ജ് വാങ്ങിയത് തവണ വ്യവസ്ഥയിൽ പലിശക്കാണ്. അങ്ങനെയാണ്. 10,000 ഫ്രിഡ്ജ് തവണ വ്യവസ്ഥയിൽ 12,000 കൊടുക്കുക. 6 മാസം കൊണ്ട് തന്നാൽ മതി. അത് പലിശയാണ്. സമയം വെച്ചിട്ട് ഏറെ ചോദിക്കുന്നത് പലിശയാണ്. ആകെ പലിശ. പിന്നെ എങ്ങനെ അള്ളാന്റെ ബറക്കത്തുണ്ടാവുക വീട്ടില്? എങ്ങനെ നമ്മുടെ മക്കൾ സ്വാലിഹീങ്ങളാവുക? എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ഐശ്വര്യം തരും? എങ്ങനെ മനസ്സമാധാനം ഉണ്ടാവും? ആദ്യം ഇതൊക്കെ ഒന്ന് അവസാനിപ്പിക്കും. കുലൂ മിനത് ത്വയ്യിബാത്ത്. ഇത് നിർത്താതെ ഈ ഉമ്മത്തിനെ രക്ഷപ്പെടുക സാധ്യമല്ല. പലിശയിൽ മുങ്ങി കുളിച്ചിരിക്കുകയാണ്. നമ്മളാണ് ബെസ്റ്റ് കസ്റ്റമേഴ്സ്. ബാങ്കുകാർക്ക് ക്രെഡിറ്റ് കാർഡിന്റെ വക വേറെ. തങ്ങൾ പറഞ്ഞു, അന്ത്യനാളിലേക്ക് വരുമ്പോ പലിശ വേണ്ടെന്ന് പറയുന്ന ആളിന് പോലും പലിശയുടെ ഒരു ഗുബാർ, അതിന്റെ ഒരു പൊടിയെങ്കിലും ഉണ്ടായിരിക്കും അവന്റെ ദേഹത്ത്. എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് കാർഡില്ലാണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ഈ കാശുകളാണ്, ഒരു നിർവാഹമല്ല. ഡെബിറ്റ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, ക്രെഡിറ്റ് തന്നെ വേണമെന്ന് പറയുന്നു. ചില സ്ഥാപനങ്ങൾ അങ്ങനെയാണ്. ചില ബോർഡർ കടക്കുമ്പോൾ, ചില എമിഗ്രേഷൻ ബോർഡറുകളിൽ പേയ്മെന്റ് വരുമ്പോൾ അവർ കാർഡാ ചോദിക്കാതെ ക്രെഡിറ്റ് തന്നെ വേണമെന്ന് പറയും. ചിലപ്പോൾ ചില രാജ്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഉബാർ, അത് മജ്ബൂറാണ്. പക്ഷേ നമ്മളെ നിസ്സാരമായി കാണരുത്, നിസ്സാരമായി കാണരുത്. ഇത് നിസ്സാരം. അള്ളാഹുവിനോടുള്ള യുദ്ധമാണ്. അള്ളാഹു ഈ ലോകത്ത് പാടില്ലെന്ന് പറഞ്ഞ പലിശ സംവിധാനം നമ്മൾ പരിപോഷിപ്പിച്ച് കൊണ്ടുപോയി കൊടുക്കുക. നമ്മളുടെ വകയായിട്ട് ബാങ്കുകളൊക്കെ എന്ത് ചെയ്യാം? ഉഷാറായിട്ട് തളിർത്തു. ഇതിനിപ്പോൾ ബാങ്കുകാർക്കോ അല്ലെങ്കിൽ ബിസിനസ്സുകാർക്കോ അല്ലെങ്കിൽ നിരീശ്വരവാദികളോ സ്വതന്ത്രവാദികളോ ആയ ആളുകൾക്ക് ഞാൻ ഈ പറയുന്നത് കേൾക്കുമ്പോൾ ചൊറിച്ചിൽ വരും. അതെനിക്ക് വിഷയമല്ല. ഞാൻ മുഅ്മിനീങ്ങളോടാണ് പറയുന്നത്. അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരോട് നമുക്കത് പറ്റില്ല, നമുക്കത് പാടില്ലാത്തതാണ്. അതുകൊണ്ട് ഇസ്ഹദ് ഫി ദുനിയാ യുഹിബ്ബുകല്ലാഹ് വസ്ഹദ് ഫീമാ ഇൻദന്നാസ് യുഹിബ്ബുകന്നാസ്. ഈ ലോകത്ത് പരിത്യാഗിയായി മനസ്സുകൊണ്ട് ഈ ലോകത്തിന്റെ ആർഭാടങ്ങളെ മനസ്സുകൊണ്ട് തിരസ്കരിക്കുന്ന ആളുകൾക്ക് ആ സുഹൃദിന്റെ സ്വഭാവം ഉണ്ടാകും. അവരല്ലാഹു ഇഷ്ടപ്പെടും. വസ്ഹദ് ഫീമാ ഇൻദന്നാസ്, ജനങ്ങളിൽ നിന്ന് ഓശാരമായി കിട്ടണം എന്ന് ആഗ്രഹിക്കുമ്പോഴാണിത്. ശമ്പളം വാങ്ങുന്നതിനെ കുറിച്ചല്ല. ജനങ്ങളുടെ വകയായിട്ട് ഫ്രീ ആയിട്ട് എന്തെങ്കിലും എനിക്ക് ആളുകൾ തരണം. മുതലാളിമാരെ കാണുമ്പോൾ ഒരു പ്രത്യേക സ്നേഹം. ഒന്നും വേണ്ട ഉസ്താദ്മാരെ, ഒന്നും വേണ്ട. അവർക്കൊന്നും ഒന്നും ചെയ്തു തരാൻ കഴിയില്ല. എല്ലാം മലക്കൂത്തു സമാവാത്തു വൽ അർദ് അല്ലാഹുവിന്റെ കയ്യിലാണ്. അവരോടൊരു വല്ലാത്ത പ്രേമം, ഒരു സലാമൊക്കെ വല്ലാണ്ടൊരു നീണ്ട സലാം ഒന്നും വേണ്ട. എല്ലാവരും ഒരുപോലെ കണ്ടാൽ മതി. അൻസിലിന്നാസ മനാസിലഹും, സ്ഥാനമാനങ്ങൾ ഉള്ളവർക്ക് സ്ഥാനമാനം അനുവദിക്കണം. പക്ഷേ ദുന്യാവിനെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യരുത്? ഒരാളെയും ബഹുമാനിക്കരുത്. അപമാനിക്കണം എന്നല്ല അതിന്റെ അർത്ഥം. അതിന് വേണ്ടി ഒരു പ്രത്യേക ബഹുമാനം അതൊന്നും വേണ്ട. യുഹിബ്ബുകന്നാസ്, നിങ്ങളുടെ കൽബ് കൊണ്ട് നിങ്ങൾ അങ്ങനെയാണ് ജീവിക്കുന്നതെങ്കിൽ അള്ളാഹു മനുഷ്യരുടെ കൽബിൽ നിങ്ങളോട് സ്നേഹം ഇട്ട് കൊടുക്കും. അല്ലെങ്കിൽ പറയാം, ആ വരുന്ന കടം വാങ്ങിക്കാനാണ് വരുന്നത്, മുങ്ങിക്ക് വാപ്പല്ല എന്ന് പറയുമോളെ നമ്മൾ അടച്ചിരുന്നോളാം. ഒരു മനുഷ്യൻ ചോദിച്ചു വരുന്നത് വെറുപ്പാണ്. അത് പിരിവിനായിക്കോട്ടെ, വെറുതെ ആയിക്കോട്ടെ, കടമായിക്കോട്ടെ, മനുഷ്യനത് വെറുക്കുന്നുണ്ട്. നേരെ മറിച്ച് ആൾ അതൊന്നും ഉദ്ദേശിക്കുന്ന ആളല്ല. എന്തെങ്കിലും ഒരു നല്ല കാര്യം ചർച്ച ചെയ്യാനാണ് വരുന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹം പോകും. വേറെ ഒരു ലക്ഷ്യവുമില്ല. മനസ്സുകൊണ്ട് സ്നേഹമായിരിക്കും ആ മനുഷ്യനോട്. നിങ്ങൾ അനുഭവിച്ചു നോക്കൂ. ഇല്ലെങ്കിൽ ഇന്നു മുതൽ നമുക്കൊരു മാറ്റത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കാം. ഇസ്ഹദ് ഫി ദുനിയ വറഅയ്തു الناس محتاجين إليه.
ഹസനുൽ ബസ്വരിക്ക് ആളുകളെ ആവശ്യമില്ല, പക്ഷേ ആളുകൾക്ക് ഹസനുൽ ബസ്വരിയുടെ ഇൽമ ആവശ്യമുണ്ട്. ആ മഹാനായ പണ്ഡിതനിൽ നിന്ന് ഇൽമ പഠിക്കണം, ആ മഹാനായ പണ്ഡിതനിൽ നിന്ന് ഫിഖ്ഹിന്റെ മസ്അലകൾ പഠിക്കണം, ഹസനുൽ ബസ്വരിയുടെ വറഉം സൂക്ഷ്മതയും പഠിക്കണം. ജനങ്ങൾക്ക് അയാൾ ആവശ്യമുണ്ട്, ആ മഹാൻ ആവശ്യമുണ്ട്. മഹാനായ ഹസനുൽ ബസ്വരിക്ക് ജനങ്ങളെ ആവശ്യമില്ല. അതാണ് ആ മനുഷ്യന്റെ സ്വഭാവമെന്ന് ഖാലിദ് ഇബ്നു സഫ്വാൻ മസ്ലമത്ത് ഇബ്നു അബ്ദുൽ മലിക് എന്ന അമവി ഭരണാധികാരിക്ക് കൊടുക്കുന്ന റിപ്പോർട്ട്. അത് പോയപ്പോഴേ മസ്ലമ പറയാണ്, ഇവരൊക്കെ ഷാമുകാരാണ്. ഇറാഖിലെ പണ്ഡിതനെ കുറിച്ചാണ് ഈ ചർച്ച ചെയ്തത്. ഷാമിലാണ് അവരുടെ ആസ്ഥാനം, ഖലീഫമാരുടെ അന്നത്തെ ആസ്ഥാനം അവിടെയാണ്. ഇത് കേട്ടപ്പോ മസ്ലമ പറഞ്ഞു, ഹസ്ബുക്, മതി 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 മതി, ഇറ്റ്സ് ഇനഫ്, മതി. ഇത്രയും നല്ലൊരു മഹാൻ, കൈഫ യദുല്ലു ഖൗമുൻ ഹാദാ ഫീഹിം, ഇതുപോലെയുള്ള ഒരു മഹാൻ ജീവിച്ചിരിക്കുമ്പോ ആ നാട്ടുകാർക്ക് എങ്ങനെ പിഴവ് സംഭവിക്കാനാണ്, അവരെങ്ങനെ വഴിപിഴച്ചു പോകാനാണ്? ഇത്ര നല്ലൊരു മനുഷ്യൻ അവർക്കിടയിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കൈഫ യദുല്ലു ഖൗമുൻ, ഒരു സമൂഹം എങ്ങനെ വഴിതെറ്റാനാണ്? കൈഫ യദുല്ലു ഖൗമുൻ ഹാദാ ഫീഹിം, ഇതുപോലെയുള്ള ഒരാൾ അവരുടെ കൂടെയുണ്ടെങ്കിൽ ആ രാജ്യത്തിന്, നാടിന്, സമുദായത്തിന് നന്മയല്ലേ, സന്മാർഗമല്ലേ? അത് എങ്ങനെ വഴിതെറ്റാനാണ് എന്ന് മഹാനായ ഹസനുൽ ബസ്വരി റഹ്മത്തുള്ളാഹി അലൈഹിയെ മഹാന്മാർ അവരുടെ ജീവിതത്തെ വിശകലനം ചെയ്തു. പ്രതിപാദനനായ പണ്ഡിതനാണ് ഹസനുൽ ബസ്വരിയുടെ, സുഫിയാനു സൗരിയുടെ, ജുനൈദുൽ ബഗ്ദാദിയുടെ റഹ്മത്തുള്ളാഹി അലൈഹിം അജ്മഈൻ. അവരുടെയൊക്കെ ചിന്താധാരകൾ കേട്ടാൽ ഒരു തത്വജ്ഞാനവും വേറെ എവിടെയും പോയി വായിക്കേണ്ടതില്ലെന്ന് തോന്നും. അത്രയും ജ്ഞാനത്തിന്റെ അകപ്പൊരുളുകൾ ഈ ലോകത്തിന് കൈമാറിയ പ്രതിപാദനരായ പണ്ഡിത മഹാമനീഷികളാണ് ഈ ഉമ്മത്തിന്റെ മുൻഗാമികൾ കഴിഞ്ഞ സജ്ജനങ്ങൾ. അള്ളാഹു സജ്ജനങ്ങളുടെ സ്വഭാവത്തിലേക്ക് അള്ളാഹു നമ്മയും മാറ്റിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിപാടി തുടങ്ങിയിട്ട് 1 മണിക്കൂറിലേറെ സമയമായി. അതുകൊണ്ടൊന്ന് എഴുന്നേറ്റ് നിന്ന് നിൽക്കാൻ പറ്റുന്നവർ, സ്റ്റേജിലുള്ളവരല്ല, അല്ലാത്തവരൊക്കെ എഴുന്നേൽക്കാൻ പറ്റുന്നവർ മാത്രം ഒന്ന് എഴുന്നേറ്റൊരു ചെറിയൊരു റിഫ്രഷ്മെന്റ്. എല്ലാവർക്കും എന്തോ കട്ടൻ കാപ്പിക്ക് എന്തോ വന്നല്ലോ അല്ലേ? എല്ലാവർക്കും ലഡു ഉണ്ട്. ആരോ വകയായിരുന്നു ലഡു? ആ മകന്റെ ഒരു എക്സാം പാസ്സാവാൻ വേണ്ടി നിയത്ത് ചെയ്ത് 3000 ലഡു കൊടുത്തു അല്ലേ? മാഷാ അല്ലാ, മാഷാ അല്ലാ. അപ്പോ ഷുഗറിലൊരു വാങ്ങിക്കും വേണ്ട കേട്ടോ, ഷുഗർ ഇല്ലാത്തവർ വാങ്ങിച്ച് കഴിച്ചോളി, കുഴപ്പമില്ല. ചുക്ക് കാപ്പി, മാഷാ അല്ലാ. 2 സഹോദരന്മാരാ, ഒരു ഗ്രൂപ്പ്, ഒരു കൂട്ടം, ഒരു സംഘം ചെറുപ്പക്കാർ, എല്ലാവർക്കും ചുക്ക് കാപ്പിയും. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. അള്ളാഹു അതൊക്കെ ബറക്കത്ത് ചെയ്യട്ടെ. അതൊക്കെ വലിയ സേവനമാണ്. അവരുടെ പേരെന്താണെന്ന് പോലും നമുക്കറിയില്ല. അവർ നിങ്ങൾക്ക് ഇൽമ പഠിക്കാൻ വരുന്ന ആളുകൾക്ക്, ദീനിന്റെ സദസ്സിൽ വരുന്നവർക്ക് കുടിക്കാനൊന്ന് കൊടുക്കാം, അത് ഫ്രീ ആയിട്ട്. അതൊക്കെ മിനിമം ഒരു 5 റുപ്യെങ്കിലും ചുക്കാപ്പിക്ക് വെച്ചാൽ അപ്പം കൊടുത്തുന്നു വരും. ഈ സമയത്ത് ഈ തണുപ്പിലൊക്കെ കിട്ടിയ റാഹത്ത്, പക്ഷേ ഫ്രീ ആണ്. മാഷാ അല്ലാ. അള്ളാഹു അവർക്ക് സ്വർഗത്തിലെ പാനീയം അള്ളാഹു നൽകട്ടെ, സ്വർഗത്തിലെ ഭക്ഷണം അള്ളാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ പരിപാടിക്ക് വേണ്ടി ചെലവിലേക്ക് ഒരു ബക്കറ്റ് കവർ കൊടുത്തിട്ടുണ്ട്. അത് കൊണ്ടുവന്നവരുണ്ടെങ്കിൽ തിരിച്ച് ഏൽപ്പിക്കുക ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല ഖബൂലാക്കട്ടെ. അൽഹംദുലില്ലാ. അപ്പോൾ കാര്യമായ ലക്ഷ്യമൊന്നുമില്ല എന്ന് മനസ്സിലായി, സമാധാനായി. നമ്മൾ 3 സ്വലാത്ത് ചൊല്ലുക. സല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. നമ്മൾ ഹബീബിനോട് ചൊല്ലുന്ന സ്വലാത്ത് ആളുടെ പേരും അഡ്രസ് അടക്കം അല്ലാഹുവിന്റെ മലക്കുകൾ ഹബീബിനെ അറിയിക്കുന്നുണ്ടെന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സ്വലാത്ത് കൂടെ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. കൈയൊന്ന് പൊക്കി നോക്കി, ഒന്ന് പൊക്കി, ഒന്ന് താഴേക്ക്, ഒന്ന് 2-3 തവണ ഒന്ന് ചെയ്യുന്നു. കാലൊക്കെ ഒന്ന് കുടഞ്ഞാൽ ഒരു നല്ല റാഹത്തുണ്ടാവും. അൽഹംദുലില്ലാ. നിങ്ങളെ ഒരു കാലിൻ്റെ തരിപ്പൊക്കെ മാറിയിരുന്നോളൂ. ജസാക്കുമുല്ലാഹു ഖൈറ. അൽഹംദുലില്ലാ. അള്ളാഹു സദസ്സിനെ സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. തിരക്കുള്ളവരൊക്കെ പോയിക്കോളിട്ടോ, യാതൊരു പ്രയാസമില്ല ഇൻഷാ അള്ളാഹ്. ഞാൻ എൻ്റെ കാര്യം തുറന്നു പറയാണ്, എനിക്കതിൽ യാതൊരു, ഇനി കാലി കസേരയാണെങ്കിലും ഞാൻ കണക്കാക്കിയ 2 മണിക്കൂർ സമയമുണ്ട്, അത് പറഞ്ഞിട്ടേ നിർത്തുള്ളൂ. എന്ത് ചെയ്യുക, നിങ്ങൾക്ക് തിരക്കുള്ള ആൾക്കാരൊക്കെ ഉണ്ടാകും, അതൊന്നും പ്രയാസമില്ല ഇൻഷാ അള്ളാഹ്. നമ്മുടെ തൊട്ടരികത്ത് വഫിയ കോളേജുണ്ട്. നമ്മുടെ സ്ഥലത്തിൻ്റെ പേരെന്താ? കോമ്പാറ. അവിടെ ഇപ്പോൾ SSLC കഴിഞ്ഞ മക്കൾക്കാണ്, പെൺകുട്ടികൾക്ക് താമസിച്ച് ദീനീ വിദ്യാഭ്യാസവും ഭൗതികജ്ഞാനവും രണ്ടും കൂടെ നൽകപ്പെടുന്ന നമ്മുടെ വഫിയ കോളേജാണ് കോമ്പാറയിലുള്ളത്. ഇവിടെയുള്ള നമ്മുടെ SSLC കഴിയാനിരിക്കുന്ന പെൺകുട്ടികളെയൊക്കെ പറ്റുന്നവർ, സൗകര്യപ്പെടുന്നവർ, അവർക്ക് റെസിഡൻഷ്യലായി പഠിക്കാൻ സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുകയാണ് കോമ്പാറയിൽ.
ആ സൗകര്യം ഉപയോഗപ്പെടുത്തണം. വഫിയകളായി, പണ്ഡിതകളായി അവർ പുറത്തു വരുന്നു. 5 വർഷത്തെ അല്ലേ, 5 വർഷത്തെ കോഴ്സാണത്. ഇൻഷാ അല്ലാഹ് അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കട്ടെ. ഡിഗ്രിയും കഴിഞ്ഞിട്ടാണ് അവരിറങ്ങുക. അപ്പോൾ പരിമിതമായ സീറ്റുകൾ അവിടെ ഉണ്ടാവുള്ളൂ. ഇന്റർവ്യൂ പാസ്സാവണം. തീർച്ചയായും അതുമായി സ്ഥാപനവുമായി ബന്ധപ്പെടണം. അതിൻ്റെ സഹകാരികൾക്ക്, ഗുണകാംക്ഷികൾക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. നമ്മുടെ മക്കൾ, പ്രത്യേകിച്ച് വിദ്യാർത്ഥിനികൾ, അവർ നന്നായാൽ ഒരു കുടുംബം ഒന്നാകെ നന്നാവും. ഒരു ആൺകുട്ടിയെ പോലെയല്ല, ഒരു പെൺകുട്ടി നന്നായാൽ അതൊക്കെ ഗുരുതര കപടവിശ്വാസിയായി പോവാതെ കാക്കണമേ. അപ്പൊ ചോദിച്ചു, അബൂദർദായെ, നിങ്ങൾ എന്തിനാണ് കപടവിശ്വാസം പേടിക്കുന്നത്? നിങ്ങളൊക്കെ സ്വഹാബിയല്ലേ? അബൂദർദ എന്നവരെ കണ്ടപ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞത്, അബൂദർദായെ, നിങ്ങളുടെ ആ 2 കണ്ണുകൾ ഞാൻ കാണുമ്പോൾ കൊതിയാവുന്നു. ആ കണ്ണുകളുടെ ഒരു സൗഭാഗ്യമേ, ഇത് അല്ലാഹുവിന്റെ റസൂലിനെ കണ്ട കണ്ണുകളല്ലയോ? മഹാനായ അബൂദർദ റളിയല്ലാഹു അൻഹു സ്വഹാബികളിൽ ഒരുപാട് കാലം ആയുസ്സുണ്ടായിരുന്ന സ്വഹാബി കൂടിയാണ്. അപ്പോൾ ആളുകളൊക്കെ അബൂദർദ എന്നവരെ വേർതിരിച്ച് കാണുമായിരുന്നു. ആ കണ്ണുകളെ നോക്കി ഇങ്ങനെ ഇരിക്കും. ഈ കണ്ണിന്റെ ഒരു ഭാഗ്യമേ, ഇത് ഹബീബിനെ കണ്ട കണ്ണുകളാണല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഹബീബിനെ സ്വപ്നത്തിൽ കാണാനുള്ള ഭാഗ്യം ഒരുപാട് തവണകൾ അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അത് കണ്ടു കഴിഞ്ഞാൽ ആ ഹബീബിന്റെ തിരുമുഖം കാണാൻ കഴിയുന്നവർക്ക് ജീവിതത്തിൽ അനൽപമായ സൗഭാഗ്യങ്ങൾ ഉണ്ടാകും. തീർച്ചയാണ്. അല്ലാഹു ആ ഭാഗ്യം നമുക്ക് നൽകട്ടെ. യാ അല്ലാഹ്. അബൂദർദ റളിയല്ലാഹു അൻഹുവാണ് കപടവിശ്വാസം വരാതെ റബ്ബേ എന്നെ കാക്കേണമേ എന്ന് നിസ്കാരത്തിന്റെ അത്തഹിയാത്തിന്റെ അവസാന ഭാഗങ്ങളിൽ ദുആ ഇറക്കുന്നത്. വമാ ലക യാ അബൂദർദ അൻത വന്നിഫാഖ് എന്ന് മഹാനായ ജുബൈർ ഇബ്നു നുഫൈർ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോ മഹാനായ അബൂദർദ എന്നവർ കൊടുത്ത മറുപടി, ദഅനാ അൻക, നീ എന്താ പറയുന്നത്? ഫവല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഇന്നർ റജുല ലയുഖ്ലബു അൻ ദീനിഹി ഫിസ്സാഅത്തിൽ വാഹിദതി ഫയുഖ്ലഉ മിൻഹു. അറിയുമോ, 1 മണിക്കൂർ സമയത്തിനകം തന്നെ മുഅ്മിനായ മനുഷ്യന്റെ ഈമാനിൽ, മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് ഈമാനിന്റെ വെളിച്ചം അല്ലാഹു ഊരിയെടുക്കാൻ സാധ്യതയുണ്ടല്ലോ. 1 മണിക്കൂർ സമയം ഇരിക്കുന്നതിനിടയ്ക്ക് ഒരുപക്ഷേ നമ്മുടെ മനസ്സിൽ അല്ലാഹുവിനെ പറ്റി വിചാരിക്കാൻ പാടില്ലാത്തത് വന്നുപോയേക്കാം. നിരീശ്വരവാദത്തിലേക്ക് പോയേക്കാം. ഒരു ചെറിയ ക്ലിപ്പ് കേട്ടാൽ മതിയാവും നിരീശ്വരവാദികളുടെ. അതിന്റെ ഉത്തരം ഒരു പണ്ഡിതൻ കൊടുക്കുന്നത് എന്താണെന്ന് കേൾക്കാൻ അവസരമില്ലാതിരിക്കുമ്പോൾ ആ സംശയം നിഫാഖായി, റിദ്ദത്തായി, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന മഹാപാതകമായി പരിണമിച്ചേക്കും. ഇതൊക്കെ സംഭവിക്കാൻ മിനിറ്റുകൾ മതി. അന്ത്യനാളിനെ കുറിച്ച് മഹാനായ നബി തങ്ങൾ പറഞ്ഞൊരു അടയാളം അതാണ്. യുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറ. വൈകുന്നേരം വീട്ടിലേക്ക് പോയപ്പോൾ ആള് ഇശാ നിസ്കരിച്ചു പോയവനാണ്. പക്ഷെ കിടന്നുറങ്ങിയതിന് മുമ്പ് ഏതോ യുക്തിവാദിയുടെ പ്രഭാഷണം കേട്ടതാണ്. നേരം വെളുത്തപ്പോൾ സുബഹിയില്ല, നിസ്കാരമില്ല, ഇനി ഇതൊന്നും വേണ്ടെന്നാണ് മനസ്സിലാക്കിയത്. യാ അല്ലാഹ്, ഇന്നലെ രാത്രി മുസ്ലിമാൻ, പിറ്റേന്ന് രാവിലെ ആള് കാഫിറാൻ. വയുസ്ബിഹു മുഅ്മിന, രാവിലെ പകലന്തിയോളം മുസ്ലിമാൻ. വയുംസി കാഫിറ, വൈകുന്നേരമായപ്പോൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട്. ഇങ്ങനെ സംഭവിക്കുന്ന ദുരന്തങ്ങൾ അന്ത്യനാളിന്റെ മുമ്പിലുണ്ടെന്ന് പരിശുദ്ധ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരുതിയിരിക്കാൻ വേണ്ടിയാണ് നബി തങ്ങൾ പറയുന്നത്. കരുതിയിരിക്കാൻ, ജാഗ്രത വേണമെന്ന് പറയാൻ. ഞാൻ എന്തുകൊണ്ടാണ് കപടവിശ്വാസത്തിൽ നിന്ന് അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നത് എന്നല്ലയോ നിങ്ങളുടെ സംശയം? അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഇന്നർ റജുല ലയുഖ്ലബു അൻ ദീനിഹി ഫിസ്സാഅത്തിൽ വാഹിദ. ഒരു മണിക്കൂർ സമയത്തിനുള്ളിൽ തന്നെ ഒരു വിശ്വാസിയുടെ മനസ്സിൽ നിന്ന് ഈമാൻ ഊരപ്പെടും. ഫയുഖ്ലഉ മിൻഹു, വസ്ത്രം ഊരുന്ന പോലെ വിശ്വാസം ഊരപ്പെട്ടു പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ജീവിക്കുന്നത് എൻ്റെ റബ്ബിന് വേണ്ടിയാണ് എന്ന ചിന്തയിൽ മനസ്സിനെ അല്ലാഹുവിലേക്ക് കൊടുക്കാൻ വേണ്ടി, അല്ലാഹുവേ എൻ്റെ മനസ്സിലേക്ക് കപടവിശ്വാസം വരരുതേ എന്ന് ഞാൻ അല്ലാഹുവിനോട് ചോദിക്കുന്നതിൽ എന്ത് കുഴപ്പമാണെന്ന് ചോദിച്ചത് സ്വഹാബിയായ അബൂദർദാ റളിയല്ലാഹു തആല അൻ, ഖാദി ദിമഷ്ക് വഹാകിമുഹാ വഅമീറുഹാ, മഹാനായ അബൂദർദാ റളിയല്ലാഹു തആല അൻ. സത്യവിശ്വാസികളെ, അല്ലാഹു നമുക്ക് ഈമാൻ ഉറപ്പിച്ചു തരട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ പരിപൂർണമാക്കി തരട്ടെ. എല്ലാ കർമ്മങ്ങളും അല്ലാഹുവിന് വേണ്ടി, പടച്ച തമ്പുരാന് വേണ്ടി, അല്ലാഹുവിന് വേണ്ടിയാവാം.
ഫുളൈൽ ഇബ്നു ഇയാദ് പറയാറുണ്ട് റളിയല്ലാഹു അൻഹു, ആത്മജ്ഞാനികളുടെ നേതാവാണ്. ഹൃദയ വിശുദ്ധിയെ സംബന്ധിച്ച് ഒരുപാട് ചർച്ച ചെയ്ത മഹാൻ. മനസ്സിനെ ഉള്ളിന്റെ ഉള്ളിലേക്ക് ജ്ഞാനത്തിന്റെ അനന്തമായ സാഗരം തന്നെ തീർക്കാൻ കഴിഞ്ഞ പ്രഗത്ഭനായ ഫുളൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി, യാ മിസ്കീൻ, മിസ്കീനായ പാവമേ, അൻത മുസീ, നീ ഒരുപാട് തിന്മ ചെയ്യുന്നവനാണ്. വതറാ അന്നക മുഹ്സിൻ, നീ വിചാരിക്കുന്നു നീ നന്മ ചെയ്യുന്നവനാണെന്ന്. നമ്മളൊക്കെ പറ്റിയാണ് പറയുന്നത്. നമ്മൾ നന്മ ചെയ്യുന്നവരാണെന്നാണ് നമ്മളെ പറ്റി വിചാരിക്കുന്നത്. സത്യത്തിൽ നമ്മൾ തിന്മ ചെയ്യുന്നവരല്ലേ. വഅൻത ജാഹിലുൻ വതറാ അന്നക ആലിം, നീ വിവരമില്ലാത്ത ആളാണ്, പക്ഷേ നീ ആലിമാണെന്നാണ് നിന്റെ ഭാവം. മഅദല്ലാഹ്, അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് പഠിപ്പിക്കണമേ, ഉപകാരപ്പെടുന്ന ഇൽമ ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണമേ. അല്ലാഹുമ്മ ലാ തജ്അലിദ് ദുനിയാ അക്ബറ ഹമ്മിനാ വലാ മബ്ലഗ ഇൽമിനാ, ഞങ്ങളുടെ ഇൽമ കൊണ്ട് ലക്ഷ്യമാക്കപ്പെടുന്നത് ഈ ലോകത്തിന്റെ ഒന്നുമാകരുതേ റബ്ബേ, നിന്റെ വജ്ഹായിരിക്കണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വതബ്ഖലു വതറാ അന്നക കരീം, നീ പിശുക്ക് കാണിക്കുന്ന ആളാണ്, പക്ഷേ നീ ധാരാളം സംഭാവന ചെയ്യുന്ന ഔദാര്യവാനാണെന്നാണ് നീ നിന്നെ കുറിച്ച് മനസ്സിലാക്കിയതല്ലേ. വഅഹ്മഖു വഅൻത തറാ അന്നക ആഖിൽ, നീ ബുദ്ധിയുള്ളവനാണെന്നാണ് നിന്നെ പറ്റി നീ ധരിച്ചു വെച്ചിരിക്കുന്നത്. സത്യത്തിൽ നീ ബുദ്ധി ഇല്ലാത്തവനല്ലേ. അജലുക ഖസീർ, നിന്റെ ആയുസ് വളരെ ചുരുങ്ങിയതല്ലയോ. വഅമലുക തവീൽ, നിന്റെ ആഗ്രഹങ്ങളോ ഒരുപാട് നീണ്ടുകിടക്കുന്നതും. പഠിത്തൊന്നും ദുന്യാവെന്ന് പോകില്ലെന്നാണ് തോന്നുന്നത്, പക്ഷേ നിന്റെ ആയുസ് എത്ര ചെറുതാണ് എന്ന് മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അലൈഹി. അല്ലാഹുവേ, നമ്മുടെയൊക്കെ ചിന്തകൾ അങ്ങനെയല്ലേ. അല്ലാഹു നമ്മെ സജ്ജനങ്ങളിൽ പെടുത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് നമ്മളെക്കാളും മുതിർന്ന ഒരാളെ കാണുമ്പോൾ ബക്ർ ഇബ്നു അബ്ദുല്ലാഹിൽ മുസ്നി തങ്ങൾ പറയുമായിരുന്നു, നിങ്ങളെക്കാളും പ്രായമുള്ള ഒരാളെ കണ്ടാൽ നിങ്ങൾ പറയണം, ഹാദാ സബഖനി ബിൽ ഈമാൻ വൽ അമലി സ്വാലിഹ്, എന്നെക്കാളും ഈമാനും സൽക്രമവും ചെയ്ത ആളായിരിക്കാം അയാൾ. ഫഹുവ ഖൈറും മിന്നി, അയാൾ എന്നെക്കാളും ഖൈറാണ്. ആണും പെണ്ണും അങ്ങനെയാണ്. അവരുടെ കൂട്ടത്തിൽ മുതിർന്നവരെ കാണുമ്പോ പഠിച്ചവനെ എന്നെക്കാളും ചെറുപ്പക്കാരെ കാണുമ്പോ, ചെറിയവരെ കാണുമ്പോ, പ്രായം കൊണ്ട് ചെറിയവരെ കാണുമ്പോ, എന്നാലും എന്നെക്കാളും നല്ലത് അവര് തന്നെയാണ്, എന്നെക്കാളും മഹത്വമുള്ളത് അവർക്ക് തന്നെ. കാരണം കൊച്ചുമോനല്ലേ, കൊച്ചു പെങ്ങളല്ലേ, ഞാൻ ചെയ്തത്ര പാപം അവർ ചെയ്തിട്ടുണ്ടാവില്ലല്ലോ.